ഞങ്ങൾ ക്ഷീണിതരാകുവാനല്ല, ഞങ്ങൾ ക്ഷീണിച്ചു പോകാനല്ല, ഞങ്ങൾ തളർന്നു പോകാനല്ല കർത്താവെ, ഞങ്ങൾ ലോകത്തിന്റെ പ്രതികൂലങ്ങളിനകത്ത് കുരുങ്ങിപ്പോകാനല്ല കർത്താവെ. പക്ഷെ അങ്ങ് ഞങ്ങളെ ആക്കി വെച്ചേക്കുന്ന ഒരു ദൈവരാജ്യമുണ്ട്. ആ ദൈവരാജ്യത്തിലെ അംഗങ്ങളായിരിക്കാൻ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമായി തീരുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഒരുക്കുന്ന വഴികൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഹോശേയ 4:6 പറയുന്ന പോലെ എൻ്റെ ജനം ജ്ഞാനമില്ലാത്തത് കർത്താവെ നശിച്ചു പോകുന്നു എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ആയിത്തീരാതെ, അല്ലെ, വചനത്തിനെ കുറിച്ച് നല്ല ജ്ഞാനവും അറിവും ഉള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കാനായിട്ട് സ്തോത്രം. സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കർത്താവ് കേൾക്കുന്ന വചനം പരിശുദ്ധാത്മാവെ അങ്ങ് സംസാരിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിയല്ല, മനുഷ്യന്റെ ജ്ഞാനമല്ല, മനുഷ്യന്റെ അറിവല്ല കർത്താവെ, പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവെ കാഴ്ചപ്പാടുകൾ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവം അങ്ങായിരിക്കാൻ സ്തോത്രം. പുതിയ കാഴ്ചപ്പാടുകൾ തരുന്നതിനായിട്ട് സ്തോത്രം. സമയത്തിനായിട്ട് സ്തുതിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. യാ നമ്മൾ കഴിഞ്ഞ ആഴ്ച കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവനെ പറ്റി നമ്മൾ ഒന്ന് തുടങ്ങി വെച്ചത് കേട്ടോ. അപ്പം കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവനില് വി സി നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടല്ലോ. ദൈവരാജ്യം ഒന്ന്, സ്വർഗരാജ്യം വേറൊന്ന്. അപ്പം നമ്മള് ദൈവരാജ്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പം ദൈവരാജ്യം എവിടെയാ? ദൈവരാജ്യം മുകളിലല്ല, ഇവിടെയാ. ഓക്കെ, സ്വർഗരാജ്യം ഇവിടെയല്ല, മുകളില. അപ്പൊ സ്വർഗരാജ്യം സ്വർഗത്തിലും ദൈവരാജ്യം ഭൂമിയിലുമാണ്. അപ്പം നമ്മള് എനിക്ക് ആരെയും കാണത്തില്ല. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളോട്ട് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ ചിലരുടെയൊക്കെ എക്സ്പ്രഷൻ കാണുമ്പോഴാണ് മനസ്സിലായില്ലയോ എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. സോ വി വിൽ ലൂസ് ഔട്ട് ഓൺ ദാറ്റ് പാർട്ട്. ഓക്കെ, യാ. അപ്പം നമ്മൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ലോകത്തില, സ്വർഗരാജ്യം മുകളില. അപ്പം നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ ആ ഒരു ഡിഫറൻസ്, ആ എക്സ്പീരിയൻസ് വ്യത്യാസത്തിലേക്ക് വിൽ ബി ഏബിൾ ടു സ്റ്റെപ്പ് ഇൻ ടു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്ത് കണ്ടേ? വി സോ ദാറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് വിൽ കം അപ്പോൺ us. നമ്മൾ അതല്ലേ ലോർഡ്സ് പ്രയറിൽ പ്രാർത്ഥിക്കുന്നത്, ലൂക്ക് 17:12. സോറി, അതല്ല, യുവർ കിങ്ഡം കം ഓൺ ദി എർത്ത് ആസ് ഇറ്റ് ഇസ് ഇൻ ഹെവൻ, അല്ലേ? Matthew 6:10, യുവർ കിങ്ഡം കം ആസ് ഇറ്റ് ഇസ് ഇൻ ഹെവൻ. അപ്പം വി ആർ ആക്ച്വലി ആസ്കിങ് ദ ലോർഡ്സ് കിങ്ഡം ടു കം അപ്പോൺ അവർ ലൈഫ്സ്, അല്ലേ? അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പം നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുമ്പം നമുക്ക് അതിലോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു മെഡിറ്റേഷൻ ആരാണ്ട് ഇട്ടത് ഞാൻ വായിക്കുമായിരുന്നു. ജോബിന്റെ ബുക്കിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, ദൈവത്തിന്റെ നാം മഹത്വപ്പെടുവാനായിട്ട് എന്ന്. ഓക്കെ, നമ്മൾ ആ തിയോളജി അല്ല ഇന്ന് ഫോളോ ചെയ്യുന്നത്. കാര്യം എന്തുവാ? യോബിന്റെ പുസ്തകത്തിനകത്ത് ഇത് എല്ലാവരും കേട്ടൊരു വേഴ്സ് ആയിരിക്കും, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, ദൈവനാമം മഹത്വപ്പെടുത്തുന്നു. യോബിന്റെ പുസ്തകം, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബുക്സ് ദാറ്റ് വർ റിട്ടൺ. ഓക്കെ, ആൻഡ് അത് യോബ് ജീവിച്ച കാലഘട്ടം ഓൾമോസ്റ്റ് ഏബ്രഹാമിന്റെ കാലഘട്ടമാണ്. അപ്പം ഏബ്രഹാമിന്റെ കാലഘട്ടവും യോബിന്റെ കാലഘട്ടവും ഒരുപോലെ ആയിരുന്നുകൊണ്ട് ഏറ്റവും ആദ്യം ജെനസിസും ആ 5 പുസ്തകങ്ങൾ എഴുതിയത് മോശ വന്നത് എപ്പോഴാ? എബ്രഹാം, ഐസക്, ജേക്കബ് അവര് 400 വർഷം ഇതിലോട്ട് പ്രവാസത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവര് തിരിച്ച് അവരെ അവിടെ നിന്ന് ഇറക്കുമ്പോഴാണ് മോശ വരുന്നത്. അപ്പോഴാ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. ഓക്കെ, യോബിന്റെ പുസ്തകത്തിനെ പറ്റി എനിക്ക് അപ്പൊ നമ്മള് യോബിന്റെ പുസ്തകത്തിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അന്ന് അവർക്ക് ദേ ഡോണ്ട് ഹാവ് എ റിട്ടൺ റെവലേഷൻ ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ഓക്കെ, പരിശുദ്ധാത്മാവ് എഴുതിയ വചനമൊന്നും അവരുടെ കയ്യിലില്ല. അപ്പം അവരുടെ തിയോളജി നമ്മൾ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. യോബിന്റെ പുസ്തകത്തില് യോബിന്റെ കൂട്ടുകാര് യോബിനെ കുറ്റം പറയുന്നുണ്ട്, അല്ലേ? നീ അത് ചെയ്തു, നീ ഇത് ചെയ്തു, നിന്റെ ജീവിതം ശരിയല്ല, അതുകൊണ്ട് അതിനൊക്കെ ഇത് വന്നു ഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് നമ്മൾ താഴോട്ട് അവസാനത്തോട്ട് എത്തുമ്പോൾ നമ്മൾ എന്ത് കാണുന്നു? നമ്മൾ ദൈവം ഇറങ്ങി വന്ന് യോബിന് വേണ്ടി സംസാരിക്കുന്നത് കാണുന്നുണ്ട്. യോബിന് ദൈവം കൂട്ടുകാരത്ത് പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിച്ചത് ഇസ് നോട്ട് കറക്റ്റ്. ഓക്കെ, ബിബ്ലിക്കലി കറക്റ്റ്. സോ യു ഗൈസ് നീഡ് ടു ഫിക്സ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പം
യോബിന്റെ മക്കളും എല്ലാം ആടുമാടുകളും എല്ലാം നശിച്ചു കഴിയുമ്പോഴാണ് യോബ് ഇത്രയൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അപ്പം യോബൊക്കെ താമസിച്ചിരുന്ന കാലഘട്ടം ദൈവത്തിനെ കുറിച്ചൊരു റെവലേഷൻ ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. നമ്മൾ പുതിയ നിയമത്തിൽ നോക്കി എന്ത് കാണുന്നത്? ജോൺ 10:10 എന്ന് പറയുന്നത്. ജോൺ 10:10 says, my people, I mean, I have come to give you life and life in abundance. അതൊന്ന് വായിക്കാമോ? ജോൺ ചാപ്റ്റർ 10:10 മലയാളത്തിൽ. ജോൺ 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. മോഷ്ടിപ്പാനും നശിപ്പിക്കാനും മുടിക്കാനും അല്ലേ? അപ്പം യോബിന്റെ ജീവിതത്തിൽ നോക്കിക്കേ, യോബിന്റെ ജീവിതത്തിൽ മോഷണം വന്നില്ലേ? നശിപ്പിക്കുന്ന അനുഭവം വന്നില്ലേ? മർഡറിന്റെ അനുഭവം വന്നില്ലേ? കില്ലിങ്ങിന്റെ അനുഭവം വന്നില്ലേ? അത് കർത്താവ് എന്തു പറഞ്ഞേ? അത് ആരുടെ പ്രവൃത്തിയാ? അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ അല്ല, അത് സാത്താന്റെ പ്രവൃത്തിയാ. അപ്പം കർത്താവ് എന്തിനാ വന്നേ? നമുക്ക് സമൃദ്ധമായിട്ടുള്ള ജീവിതം തരാനാ വന്നേ. അപ്പം നമ്മള് ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മള് ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെല്ലാം ദൈവഹിതമാണെന്ന് പറഞ്ഞ് ഇരുന്നാലേ സൈറ്റൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് ഇല്ലാത്ത ചപ്പും ചവറും കൊണ്ടിടും. ഓക്കെ, ഇല്ലാത്ത ചപ്പും ചവറും കൊണ്ടിടും. ദൈവവചനം അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഓ, ഇത് എൻ്റെ ജീവിതത്തിലെ എന്താ പറയുന്ന അവസ്ഥ, ഓക്കെ, എനിക്ക് ഇതിനുള്ള ഭാഗ്യമേ ഉള്ളൂ, ഓക്കെ എന്നൊക്കെ ആൾക്കാർ പറയും. നമ്മളത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യും തോറും എന്ത് പറ്റും? സൈറ്റൻ കൂടുതൽ ചപ്പും ചവറും കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മുകളിൽ ഇടും. അപ്പൊ നമ്മൾ കുഴിക്കകത്തോട്ട് ഇറങ്ങിപ്പോകും താഴോട്ട്. പക്ഷെ ദൈവവചനം നമ്മുടെ അതല്ലേ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് സമൃദ്ധമായിട്ടുള്ള ജീവിതം തരാനായിരുന്നു. അപ്പം നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ പിടിക്കാം. ഓക്കെ, അപ്പം നമ്മൾ കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവനിൽ കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കർത്താവാ. ഓക്കെ, ഇത് ദൈവരാജ്യമാ, ഇത് നമ്മളാ. ഓക്കെ, നമ്മൾ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട്, റോമൻസ് 10:9-10 പറഞ്ഞ പോലെ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് വായും കൊണ്ട് ഏറ്റു പറയണം. വിശ്വസിച്ചാൽ മാത്രം പോരാ. ഓക്കെ, ഇത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകര് നമ്മുടെ ചുറ്റുപാടുമുള്ള നോർമൽ പള്ളികളിൽ പോകുന്ന യാക്കോബക്കാരും മാർത്തോമാക്കാരും കത്തോലിക്കരും പെന്തക്കോസ്തുകാരും എല്ലാം സെക്കൻഡ് ജനറേഷൻ വരുമ്പം വിശ്വാസം എല്ലാം അനേകരുടെ ഒരു ബേസിസ് ഇല്ലാതെ ആൾക്കാർ ഓടുന്നത്. ഏറ്റവും ആദ്യം പെന്റിക്കോസ്റ്റൽസ് തുടങ്ങിയപ്പോൾ അവർ നല്ലതായിരുന്നു അല്ലേ? ഏറ്റവും ആദ്യം മാർത്തോമാക്കാർ ഇറങ്ങിയപ്പോൾ നല്ലതായിരുന്നു. പക്ഷെ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ എന്ത് പറ്റി? വിശ്വാസം ഇല്ലാത്ത കുറെ പെന്റിക്കോസ്റ്റുകാരുണ്ട്, വിശ്വാസം ഇല്ലാത്ത കുറെ മാർത്തോമാക്കാരുണ്ട്, ദൈവത്തെ അറിയാത്ത കുറെ. അപ്പം അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നല്ല ആൾക്കാർ പള്ളി പോവുകയും ദൈവവചനം പറ്റാമത്രയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല ആൾക്കാര് അനേകര്, ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അനേകര് യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് വായും കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടില്ല. ഓക്കെ, വിശ്വസിക്കുന്നുണ്ട്, അതിനകത്തൊരു പ്രശ്നമില്ല. പക്ഷെ റോമൻസ് 10:9-10 പറയുന്നത് യു നീഡ് ടു സ്പീക്ക് ഔട്ട് വിത്ത് യുവർ മൗത്ത്. ഓക്കെ, അതൊന്ന് വായിച്ച്. റോമൻസ് 10:10. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായിട്ട് വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു അല്ലേ? സോറി, അപ്പം വായു കൊണ്ട് ഏറ്റുപറയുന്നത് ഇസ് ക്രിറ്റിക്കൽ. ഡോണ്ട് ടേക്ക് ദാറ്റ് ലൈറ്റ്ലി. ഇത് ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്, ഞാൻ പറയുന്നതല്ല. സോ ബൈബിൾ പറയുന്നത്, നമ്മൾ ബൈബിൾ പറയുന്ന പോലെ പ്രമാണിച്ചില്ലെങ്കിൽ ബൈബിൾ പറയുന്ന റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കില്ല. ഓക്കെ, ചിന്തിക്കണ്ട അങ്ങനെ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ ഇതൊക്കെ ഒന്ന് ചോദിക്കണം. നിങ്ങൾ യേശുക്രിസ്തുവിനെ വായും കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ അവരെ ആ റോമൻസ് 10:9-10 ഒന്ന് വായും കൊണ്ടൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചാൽ മതി. അവർ അങ്ങനെ കൺഫ്യൂസ് ചെയ്താൽ ദേ വിൽ ബി ഏബിൾ ടു കം ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ വേറെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിശ്വാസികളായിട്ടുള്ള നമ്മൾ
ഒത്തിരി നല്ലതാ മറ്റവരെ പാസിഫൈ ചെയ്യാൻ. ഓക്കെ, അവർക്ക് കംഫർട്ട് കൊടുക്കാൻ. അതായത് ഓക്കെ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തിരിക്കുമെന്നും നിങ്ങളെ നന്മയിലോട്ട് നടത്തുമെന്നും നിങ്ങളുടെ രോഗം മാറ്റുമെന്നും ഒക്കെ നമ്മൾ പറയും, ഇല്ലേ? നമ്മൾ കാണുന്നിടത്തൊക്കെ പറയും. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, യേശുക്രിസ്തു ലോകത്തിലെ for God so loved the world that he gave his only begotten son, John 3:16, that whosoever will believe in him, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകാനാ, സമൃദ്ധി ഉണ്ടാകാനാ. അപ്പൊ നമ്മൾ ഈ പറയുന്ന വചനം ലോകത്തിലെ ആൾക്കാർക്ക് ആപ്ലിക്കബിൾ അല്ല. കാര്യം എന്തുവാ? അവർ കിങ്ഡം ഓഫ് ഗോഡിന് വെളിയില്ല. ഓക്കെ, യേശുക്രിസ്തുവിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കഴിഞ്ഞ് വായും കൊണ്ട് ഏറ്റു പറഞ്ഞ് കഴിയുമ്പോഴാണ് അവര് ദൈവരാജ്യത്തിന് അടിയിലോട്ട് വരുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമ്മൾക്ക് പറയാൻ പറ്റും, ലോകത്തില് നമ്മൾ മറ്റൊരാൾക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ഇത് പറയാൻ പറ്റും. പ്രയാസത്തിലിരിക്കുന്ന ഒരാളാണെങ്കിൽ അടുത്ത് പറയാൻ പറ്റും, ബൈബിൾ ഇങ്ങനെ പറയുന്നു, ബൈബിൾ കർത്താവിന്റെ രാജ്യത്തിന്റെയും വചനത്തിന്റെയും അടിയിലോട്ട് നമ്മൾ വന്നാൽ കർത്താവ് ജോൺ 10:10, ഓക്കെ, നശിപ്പിക്കാനും മുടിക്കാനും കൊല്ലാനും അറക്കാനും സൈറ്റൻ വരുന്നു. കർത്താവ് തന്നെ നമുക്ക് സമൃദ്ധമായിട്ടുള്ള ജീവിതം തരാന്. അപ്പം നമുക്ക് ആ സമൃദ്ധി ജീവിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് കഴിയുമ്പം നമുക്ക് എൻട്രൻസ് കിട്ടി. ഓക്കെ, മറ്റേ നമുക്ക് എൻട്രൻസ് ഇല്ല. എൻട്രൻസ് കിട്ടി, നമുക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രിൻസിപ്പിൾസിന്റെ അടിയിൽ ജീവിക്കണം. ഓക്കെ, അപ്പം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ യേശുക്രിസ്തുവിനെ വായും കൊണ്ട് കൺഫ്യസ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യേശുക്രിസ്തു എന്റെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ റോമൻസ് 10:9-10 എടുത്ത് ആ വേഴ്സസ് അവരെയും കൊണ്ട് വായും കൊണ്ടൊന്ന് ഏറ്റു പറയിപ്പിക്കുകയും ചെയ്യണം. ഓക്കെ, അതൊന്ന്. രണ്ട്, നമ്മൾ ആൾക്കാരടുത്ത് ഇതിനെപ്പറ്റി പറയുമ്പം, സുശേഷത്തിനെ പറ്റി പറയുമ്പം, പ്രത്യേകിച്ച് പ്രതികൂലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരടുത്ത് നമ്മളിത് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പം അവരെ കർത്താവ് വിടുവിക്കുമെന്ന് നമ്മൾ പറഞ്ഞതിന്റെ കൂടെ പറയണം, വിടുവിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അപ്പന്റെ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ അപ്പന്റെ ഫുഡും പ്രൊവിഷൻസും ഉള്ളത്. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ ആക്ച്വലി ഇന്ന് കിങ്ഡം ഓഫ് ഗോഡിന്റെ ഒരു പാർട്ട് 2-ലോട്ടാണ് പോകുന്നത്. കിങ്ഡം ഓഫ് ഗോഡ് അതായത് ദൈവരാജ്യത്തിനകത്ത്, ദൈവരാജ്യം നമ്മൾ കുറെ വേഴ്സസ് കണ്ടില്ലേ? ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടാണെന്നുള്ളത്. ഒരു വേഴ്സ് എടുത്തേ, മാത്യു 21:43. മാത്യു 21:43. വേറെ ഒരാള് മാത്യു 8:11 എടുക്കുക. ഇത് രണ്ട് കിങ്ഡംസിനെ പറ്റി പറയുന്നുണ്ട്. മാത്യു 8:11, മാത്യു 21:43. കിട്ടിയ ആരെങ്കിലും വായിച്ചേ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. എന്ത് ദൈവരാജ്യം? ഓക്കെ, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ അടുത്തുനിന്ന് എടുത്തിട്ട് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. അതായത് ഈ ചിലർക്കൊരു തിയോളജി ഉണ്ട്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നമ്മൾ സ്വർഗത്തിന്റെ നമ്മൾ എന്തോ തോന്നിവാസം കാണിച്ചാലും നമ്മൾ അവസാനം സ്വർഗത്തിൽ ചെന്ന് ചേരുമെന്നുള്ളൊരു തിയോളജിയുടെ സ്ട്രൈറ്റ് ആയിട്ട് വെട്ടുന്ന ഒരു വേഴ്സ് ഇത്. ഓക്കെ, അതായത് ഒന്നുകൂടെ വായിച്ചേ, 21:43. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, അതായത് ദൈവരാജ്യത്തിനകത്ത് വസിക്കുന്ന ഒരു വ്യക്തി, ഓക്കെ, ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് വിട്ട് വെളിയിറങ്ങിയാൽ എന്ത് പറ്റും? അവരെ വെട്ടിക്കളയും. ഓക്കെ, മറ്റേ വേഴ്സ് വായിച്ചേ, മാത്യു 8:11. അത് ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള വേഴ്സ്. ഇത് സ്വർഗരാജ്യത്തിനെ കുറിച്ചുള്ള വേഴ്സാ. മാത്യു 8:11. കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. ഓക്കെ, സ്വർഗരാജ്യത്തിൽ ഇരിക്കും. അപ്പം നമ്മൾ അത് പ്രത്യേകിച്ച് കണ്ടല്ലോ. ഓക്കെ, സ്വർഗരാജ്യം ദൈവരാജ്യത്തിന്റെ കാര്യം. ഓക്കെ, നമുക്ക് ദൈവരാജ്യത്തിനെ കുറിച്ച് ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിള് എംബസിയാ, അമേരിക്കൻ എംബസി. ഓക്കെ, ഞാൻ അമേരിക്കൻ എംബസിയെ യൂസ് ചെയ്യാൻ കാരണം അമേരിക്കൻ ഗവൺമെന്റ് അമേരിക്കൻ സിറ്റിസൺസിനെ കുറിച്ച് ഒത്തിരി കൺസേൺഡാ. ഓക്കെ,
മറ്റുള്ള രാജ്യങ്ങളുടെ കൂട്ടല്ല. മറ്റുള്ള രാജ്യങ്ങളെ എംബസി പോയാൽ അയ്യോ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ നീ ആരാടാന്ന് ചോദിക്കും. ഓക്കെ, നീ എവിടുന്ന് വന്നതാ? അമേരിക്കൻ എംബസി അവരെ ഏത് വിധത്തിൽ സഹായിക്കാം എന്ന് ചിന്തിച്ച് ഓടുന്ന വരും. അതുകൊണ്ട് അവരൊത്തിരി റെസ്പോൺസിബിൾ ആയതുകൊണ്ട് ഞാൻ അമേരിക്കൻ എംബസിയുടെ എക്സാമ്പിൾ എടുക്കുക. നമ്മൾ അമേരിക്കൻ എംബസിയുടെ കാര്യം ചിന്തിക്കുമ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? അമേരിക്കൻ എംബസി ദൈവരാജ്യത്തിന്റെ ഒരു നല്ല എക്സാമ്പിളാണ്. ഓക്കെ, ദൈവരാജ്യം ഭൂമിയിലായിരിക്കുന്ന ഒരു നല്ലൊരു എക്സാമ്പിളാണ്. ഓർത്ത് നമുക്ക് ഇന്ത്യയില്, ഞങ്ങൾ ആഫ്രിക്കയിലായിരുന്നു കുറേ വർഷം. ആഫ്രിക്കയുടെ കാര്യം പ്രത്യേകിച്ച് എടുക്കുക. ഓക്കെ, ചില ആഫ്രിക്കൻ കൺട്രീസിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട് അല്ലേ? ചിലപ്പം ഒരു സിവിൽ വാർ ഉണ്ടാകും, ചിലപ്പം പൊളിറ്റീഷ്യൻസ് ശരിയല്ലാത്തതുകൊണ്ട് വേറെ ഒരു പ്രശ്നം ഉണ്ടാകും, റയറ്റ്സ് ഉണ്ടാകും, ക്ഷാമം വരും, ഇലക്ട്രിസിറ്റി കാണത്തില്ല, ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പം ഓർത്ത് നോക്ക്, ഇതൊരു ആഫ്രിക്കൻ കൺട്രിയാന്ന് ഓർത്തു. ആ ആഫ്രിക്കൻ കൺട്രിക്ക് അകത്ത്, ഓക്കെ, ഇതൊരു ആഫ്രിക്കൻ കൺട്രിയാന്ന് ഓർത്തു. ഇത് എംബസി ഇൻസൈഡ് ആഫ്രിക്ക എന്ന് ഓർത്തു. ഓക്കെ, എംബസിയുടെ 4 വാൾസാണ്. ഓക്കെ, അപ്പം മാസ്കിന്റെ കാലഘട്ടമാണല്ലോ. ഇത് അമേരിക്കൻ എംബസിയാന്ന് ഓർത്തു. ഓക്കെ, അമേരിക്കൻ എംബസി ആണെങ്കിൽ ഈ അമേരിക്കൻ എംബസിയുടെ 4 ഭിത്തി, ഓക്കെ, അല്ലെങ്കിൽ എന്ത് ഷേപ്പുമായിട്ട് ആ ഭിത്തിക്കകത്ത്, ഓക്കെ, ആരുടെ റൂൾസ് ആപ്ലിക്കബിൾ എന്ന് അറിയാമോ? അമേരിക്കൻ എംബസിയുടെ റൂൾസ് ഇത് പക്ഷെ ആഫ്രിക്കയ്ക്ക് അകത്ത് അമേരിക്കൻ എംബസി ഇരുന്നാലും എംബസിയുടെ ഭിത്തിക്കകത്ത് അമേരിക്കൻ റൂൾസ് ആപ്ലിക്കബിൾ. ഓക്കെ, ആഫ്രിക്കൻ റൂൾസിന്റെ വെളിയിൽ നിൽക്കത്തേ ഉള്ളൂ, അകത്തോട്ട് കയറത്തില്ല. നമ്മൾ സ്വർഗരാജ്യത്തിലെ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന റൂൾസ് എന്ത് റൂൾസാ? ലോകത്തിലെ റൂൾസ് ആണോ? ദൈവരാജ്യത്തിന്റെ റൂൾസാ. ഓക്കെ, ലോകത്തിലെ റൂൾസ് വെളി നിൽക്കും, അകത്തോട്ട് കയറത്തില്ല. അല്ലെങ്കിൽ നമ്മൾ മണ്ടരായിട്ട്, മണ്ടരല്ല, ദൈവവചനം അറിയാത്തത് കൊണ്ട് ലോകത്തിലെ റൂൾസ് എംബസിക്കകത്തോട്ട് കയറ്റിയ ഹു ക്യാൻ ഹെൽപ്പ്? മനസ്സിലായോ? അറിവില്ലാത്തതുകൊണ്ട്. ഹോശിയ 4:6 പറഞ്ഞു, എന്റെ ജീവിതത്തില് എന്നെ കീഴ്മേൽ മറിച്ചൊരു വചനമാണ്. ഹോശിയ ചാപ്റ്റർ 4:6 എന്ന് എടുത്തേ. ഹോശിയ 4:6 ഒന്ന് വായിച്ചേ. പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാത്തവണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. ഞാൻ ആ ഒരു ഫസ്റ്റ് പോർഷൻ എടുക്കുന്നുള്ളൂ. ആക്ച്വലി മലയാളം ട്രാൻസ്ലേഷൻ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് എന്റെ ജനം നശിക്കുന്നു. ആ പരിജ്ഞാനം എന്നുള്ള വേർഡ് തെറ്റാണ്, അത് മലയാളം ട്രാൻസ്ലേഷനിൽ പ്രശ്നമാണ്. ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് എന്റെ ജനം നശിക്കുന്നു, ദൈവജനം നമ്മൾ ഓർപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ദൈവത്തിനെ കുറിച്ച് ജ്ഞാനമില്ലായെങ്കിൽ നമ്മളെ കൊണ്ട് ആൾക്കാർ പല കഥകൾ പറയുമ്പം, പല സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് പറ്റും? നമ്മൾ പറയും, ഓ ഇതിങ്ങനാണെങ്കിൽ പിന്നെ ഞാൻ വിശ്വസിച്ച തെറ്റാണല്ലോ. ഒത്തിരി ആൾക്കാർക്ക് പറ്റുന്നൊരു പ്രശ്നമാണ്. അവരുടെ ജീവിതത്തിലെ തിയോളജി, ഓക്കെ, ദൈവവചനം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ള അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ കിട്ടുന്നത് അറിയാമോ? അവരുടെ ജീവിതത്തിലോട്ട് നോക്കും. ഓക്കെ, അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് അവർ പറയും ദൈവവചനം ശരിയല്ല എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ അവര് ശരിയല്ല എന്ന് വായനോട് പറയത്തില്ല, അവര് പറയും ഓക്കെ ഇതാണ് പറയുന്നതെന്ന് പറയും. ഓക്കെ, ഈ സഫറിങ്ങിന്റെ കേസ്, ഓക്കെ, ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും രോഗം വരാം. കാര്യം എന്തുവാ? അത് ലോകത്തിലെ നടപ്പാ. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല, ഈ കിങ്ഡം ഓഫ് ഗോഡിനകത്തോട്ട്, അതിന്റെ ഭിത്തിക്കകത്തോട്ട് നമ്മൾ ലോകത്തിലെ റൂൾസ് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് കയറ്റി വിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ശക്തമായിട്ട് എതിർക്കണം. എതിർത്താൽ എന്ത് പറ്റും? ജെയിംസ് പറഞ്ഞ പോലെ സബ്മിറ്റ് ടു ഗോഡ്, റെസിസ്റ്റ് ദി ഡെവിൾ ആൻഡ് ഹി വിൽ ഫ്ലീ ഫ്രം യു.
ഓക്കെ. അപ്പം നമ്മൾ ഇതിനെ എതിർത്തിരിക്കണം. നമ്മൾ അതിലോട്ട് ഇപ്പം പോകുന്നില്ല. അപ്പം നമ്മൾ ഈ എംബസിയുടെ കാര്യം നമ്മൾ മനസ്സിലാക്കും. എംബസിയിലെ റൂൾസ് ആർ ആപ്ലിക്കബിൾ ടു അസ്. ഓക്കെ. അപ്പം ഓർത്ത് നോക്കുക, ഈ എംബസിയുടെ ഭിത്തിക്കകത്ത് ഫുഡില്ലെങ്കിൽ എന്നാ പറ്റും? ഫുഡ് ചുറ്റുപാടും ക്ഷാമമാണെന്ന് ഓർത്തോ. ഈ ആഫ്രിക്കൻ കൺട്രിയിൽ ക്ഷാമമാണെന്ന് ഓർത്തോ. ക്ഷാമമാകൊണ്ട് അമേരിക്കൻ എംബസിക്കാർ പട്ടിണി കിടക്കുമോ? നോ. അമേരിക്കൻ എംബസി മറ്റുള്ള കൺട്രീസിൽ നിന്ന് സോഴ്സ് ചെയ്ത് വിടും. ഒരു രക്ഷയില്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഫുഡ് വരും. അമേരിക്കൻ എംബസിയിലെ ആൾക്കാർക്ക് സപ്പോർട്ടിന് വേണ്ടി. ചുറ്റുപാടും ക്ലീൻ വാട്ടർ ഇല്ലെന്ന് ഓർത്തോ. അമേരിക്കൻ എംബസിക്കകത്ത് ക്ലീൻ വാട്ടർ ഉണ്ട്. വെള്ളമില്ലെങ്കിൽ എവിടെ നിന്ന് വരും വെള്ളം? അമേരിക്കയിൽ നിന്ന് വരും വെള്ളം. മനസ്സിലായി? ചുറ്റുപാടുമുള്ള ഈ കൺട്രിക്കകത്ത് ദാരിദ്ര്യമാണെങ്കിൽ അമേരിക്കൻ എംബസിക്കാരൻ ദാരിദ്ര്യത്തില്ല ജീവിക്കുന്നത്. നോ. മനസ്സിലായോ? അപ്പം ഒരു അമേരിക്കൻ ഇപ്പം ഒരു എംബസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അംബാസിഡർ എന്ന് പറയുന്നത് അമേരിക്കൻ ആ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അല്ലേ? അപ്പം ഈ ആട് ജീവിതം കണ്ട് ആൾക്കാർ എന്ത് മനസ്സിലാക്കും? ആഫ്രിക്കക്കാർ എന്ത് മനസ്സിലാക്കും? ഈ ഒരാട് ജീവിതം കണ്ട് ഈ അംബാസിഡറുടെ ജീവിതം കാണുമ്പം ആഫ്രിക്കൻ മനസ്സിലാക്കും അമേരിക്കയിലെ സ്റ്റാൻഡേർഡ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് അതെന്ന് മനസ്സിലാവും അല്ലേ? കാര്യം എന്തുവാ? ഈ അംബാസിഡറിനെ ബാക്ക് ചെയ്യുന്ന ഒരു രാജ്യമുണ്ട്. ഒരു മനുഷ്യനല്ലേ ഈ അംബാസിഡറിനെ ബാക്ക് ചെയ്യുന്നത്. എ കിങ്ഡം ബാക്സ് യു അപ്പ്. ദ കിങ്ഡം ഓഫ് ഹെവൻ വിൽ ബാക്ക് യു അപ്പ്. മനസ്സിലായി? അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കും? ദാറ്റ് an American ambassador is not going to live according to the standards of the African person. Okay. ഈ ഒരു പോർഷൻ എടുത്ത് 2 Corinthians 5:20. 2 Corinthians 5:20. 2 കൊരിന്ത്യർ 5:20. സോറി കേൾക്കത്തില്ല. ആരെങ്കിലും വായിച്ചോ? ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് നമ്മള് ആ ഫസ്റ്റ് വേഴ്സ് ഒന്നും കൂടെ വായിച്ചേ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളാണ്. സ്ഥാനാധിപതികൾ ഇംഗ്ലീഷ് യൂസ് ചെയ്തിരിക്കുന്ന അംബാസിഡർ എന്നുള്ള. ഓക്കെ. അപ്പം ആക്ച്വലി നമുക്കൊക്കെ ഇന്ന് പ്രൊമോഷൻ കിട്ടി. നമ്മളെല്ലാം അംബാസിഡേഴ്സ് ആയി. അല്ലെങ്കിൽ നേരത്തെ മനസ്സിലാക്കിയവരെല്ലാം അംബാസിഡറിന്റെ പൊസിഷനിലോട്ടായി. ഓക്കെ. അതായത് കർത്താവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ആൾക്കാർ നമ്മളെ കാണും. they will understand. Okay. That we are the ambassadors of God. That we represent God. ഓക്കെ. ഓർത്ത് നോക്ക്, ഈ ആഫ്രിക്കൻ കൺട്രിയിൽ ഒരു സ്ഥലത്ത് പോയി ഈ അംബാസിഡർ പോയി പറയുക, ഞങ്ങൾ ആഫ്രിക്കയിൽ ഒത്തിരി പോവർട്ടി ഉണ്ട്. അറ്റ്ലീസ്റ്റ് ടാൻസാനിയ മിക്ക ആഫ്രിക്കൻ കൺട്രീസിനെക്കാളും ഭേദമാണ്. അപ്പം ഈ ടാൻസാനിയ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രീസ് ഇൻ ഈസ്റ്റ് ആഫ്രിക്ക. അവിടെ പട്ടിണിയാണെന്ന് വെച്ചാൽ നമ്മൾ അൺബിലീവബിളാ. അയ്യോ, ഹൊറിബിൾ. അപ്പം ഈ പുള്ളി പോയി ഒരു ബ്രോക്കൺ ഡൗൺ ഒരു സ്കൂളിൽ പറയുക, ഞാൻ ഈ സ്കൂളിനെ ഫിക്സ് ചെയ്യാൻ പോവാം. ഓക്കെ. അംബാസിഡർ പറഞ്ഞാല് ആൾക്കാർ എന്ത് ചിന്തിക്കും? ആൾക്കാർക്ക് മനസ്സിലാവും ഇയാൾ ആ സ്കൂളിനെ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിലോട്ട് കൊണ്ടുപോകാൻ ഉള്ള കാര്യങ്ങൾ നീക്കാൻ പോവാന്ന്. ഇയാളുടെ പോക്കറ്റിൽ നിന്നുള്ള കാശ് എടുത്തു കൊടുക്കാൻ പോകുന്നത് അല്ല. അമേരിക്കയിൽ നിന്ന് ഫണ്ട്സ് വരും അതിനു വേണ്ടി ഇല്ലേ? അമേരിക്കയിൽ നിന്ന് സപ്പോർട്ട് വരും, അമേരിക്കൻ കമ്പ്യൂട്ടർ വരും, അമേരിക്കൻ ബുക്സ് വരും, അമേരിക്കൻ എക്യുപ്മെന്റ് വരും. മനസ്സിലായി? അപ്പം ഈ പുള്ളി ഒരു വാക്ക് സംസാരിച്ചാല് ആരാ ബാക്കപ്പ് ചെയ്യുന്നത്? പുള്ളിയെ അമേരിക്കയാ ബാക്കപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ദൈവവചന പ്രകാരം ചില കാര്യങ്ങൾ പറഞ്ഞാല് ആര് നമ്മളെ ബാക്ക് ചെയ്യും? കർത്താവ് നമ്മളെ ബാക്ക് ചെയ്യും, ദൈവം നമ്മളെ ബാക്ക് ചെയ്യും. മനസ്സിലായി? അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ചിലപ്പം ഈ കാര്യങ്ങൾ ഒരു വേഴ്സ് ഉണ്ട്, ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ഞങ്ങള് വി ഫെയിന്റ് നോട്ട് എന്ന്. ഓക്കെ. ഫെയിന്റ് എന്ന് വെച്ചാൽ എന്താ? ഫെയിന്റിന്റെ മലയാളം എന്താ?
വിധി വിധി ഫെയിന്റ് മയങ്ങി പോകുന്നതിന്. വിധി വിധി തന്റെ വിധി അത്. മമ്മി ഫെയ്റ്റിന്റെ കാര്യം പറഞ്ഞ, ഞാൻ ഫെയിന്റിന്റെ കാര്യം പറഞ്ഞത്. മയങ്ങി താഴെ മയങ്ങി വീഴും. ആ, ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മയങ്ങി വീഴാതിരിക്കാൻ പാടാ. ദൈവവചനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ തല കറങ്ങും. ബിക്കോസ് നമ്മളൊന്നും പിടിച്ചിട്ടില്ല, ഇതൊന്നും കണ്ടിട്ടില്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പം നമുക്ക് കർത്താവ് ദൈവവചനത്തിൽ കൂടെ ഒരുക്കി വെച്ചേക്കുന്നത് ഒരു കണ്ണ് കണ്ടില്ല, ഒരു ചെവി കേട്ടില്ല, ഒരു ഹൃദയത്തിൽ മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പം നമ്മൾ അത് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വിശ്വാസം കൊണ്ട് പിടിച്ച് കയറിപ്പോണം. ഓക്കെ, കർത്താവ് ഇപ്പം നമ്മളെ അംബാസിഡേഴ്സ് ആക്കി വെച്ചേക്കുക. നമ്മൾ അപ്പൊ നമ്മളെ ബാക്ക് ചെയ്യാൻ, നമ്മൾ പറയുന്ന വാക്കുകൾ ബാക്ക് ചെയ്യാൻ കർത്താവ് നമ്മുടെ പുറകെ. ഓക്കെ, ഹോൾ ഓഫ് ഹെവൻ ഈസ് ദെയർ ടു ബാക്ക് യു. ഡോണ്ട് തിങ്ക് ഞാനൊരു ഡൂക്കിലെ വിശ്വാസിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് പോകില്ല. യു ആർ ദ സൺ ഓഫ് ഗാഡ്. ഓക്കെ, യു ആർ എൻ അംബാസിഡർ ഫോർ ക്രൈസ്റ്റ്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, ആൻഡ് ആസ് യു ഡു ദാറ്റ്, നമ്മൾ വിശ്വസിച്ച് നിൽക്കുമ്പം you will be able to walk in victory. ഓർത്ത് നോക്ക്, നമ്മൾ ആക്ച്വലി ഈ ആഫ്രിക്കൻ കൺട്രീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സെക്യൂരിറ്റിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അവിടെ എന്തുവാ, പ്രത്യേകിച്ച് സിവിൽ അൺട്രസ്റ്റ് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ മെഷീൻ ഗണ്ണുമായിട്ടും ആർമഡ് കാഴ്സും ടാങ്കുമായിട്ടൊക്കെ അമേരിക്കൻ എംബസിക്കകത്ത് സോൾജേഴ്സ് നിൽക്കുക. ഓക്കെ, ഓർത്ത് നോക്ക്, നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റില് ഒരു ദൂതൻ ഒരു ദിവസം രാത്രിയും കൊണ്ട് എത്ര പേരെ കൊന്നതാണ് നമ്മൾ വായിക്കുന്നത്? ഒരു ദൂതൻ ഒരു രാത്രിയും കൊണ്ട് 1,85,000 പേരെ കൊല്ലുക. ഒരു ഹോൾ ആർമിയെ വൈപ്പ് ഔട്ട് ചെയ്തു ഒരു ദൂതൻ. നമുക്ക് കർത്താവ് എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് യു ഹാവ് അറ്റ്ലീസ്റ്റ് 2 angels in charge of you, not 1. ഓക്കെ, നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാമെങ്കിൽ വി ആർ ദ മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഓഫ് ഓൾ പീപ്പിൾ. പക്ഷെ നമ്മൾ പലപ്പോഴും എന്ത് പറ്റി, നമ്മൾ ദൈവവചനം അറിയാത്തത് കൊണ്ട്, നമ്മൾ ദൈവവചനം അറിയാത്തത് കൊണ്ട്, ഓക്കെ, നമ്മൾ ദൈവവചനം അനുസരിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ ചിലപ്പോഴൊക്കെ ദൈവവചനം അറിയാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ദൈവവചനം അറിയാത്തത് കൊണ്ട് നമ്മൾ ദൈവവചനത്തിന്റെ വെളിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ അമേരിക്കൻ അംബാസഡർ എംബസിയുടെ വെളിയിൽ ആളെ കണ്ണ് കെട്ടി അയാളെ വെളിയിലോട്ട് വിട്ടാല് അയാളെ എപ്പോൾ ആൾക്കാർ പൊക്കിക്കൊണ്ട് പോകാൻ ചോദിച്ചാൽ മതി. മനസ്സിലായി? ബിക്കോസ് അവർക്ക് ഇയാളെ പിടിച്ചു വെച്ച് കാശിന് ചോദിക്കാം അമേരിക്കൻ ഗവൺമെന്റ് അടുത്ത്. അപ്പം നമ്മൾ അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ വെളി വന്ന് അടിയുള്ളൂ. അപ്പം പ്രത്യേകിച്ച് പെർസിക്യൂഷന്റെ കാര്യം നമ്മളിപ്പം ലോകമെമ്പാടും കാണുന്ന ഒരു സംഭവമാണ് പെർസിക്യൂഷൻ, അല്ലേ? ഇയാൾ അവിടെ ചെന്ന് സംസാരിച്ചു, ഇയാളെ അടിച്ചു. ഗ്രാഹം സ്റ്റെയിൻസ്, ഞാൻ ആരെയും ന്യായവിധിക്കുമല്ല, ഓക്കെ, അവരുടെ ഹൃദയത്തിലെ ആറ്റിറ്റ്യൂഡ് എന്തുവാന്ന് എനിക്കറിയത്തില്ല. ബട്ട് യു ഹാവ് ദ റൈറ്റ് ടു പെർമിറ്റ് പീപ്പിൾ ടു ടച്ച് യു ഓർ നോട്ട്. ഞങ്ങളുടെ ടാൻസാനിയയിലെ ഞങ്ങളുടെ ചർച്ചിൽ ഒരു പുള്ളി വന്നായിരുന്നു. ഞങ്ങൾ കണ്ടില്ല, ആ പുള്ളി ടാൻസാനിയയിലെ ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്നത്. ഈ പുള്ളിയെ കൊല്ലാൻ വേണ്ടി ആരാണ്ട് പിടിച്ചിട്ട് വെടിവെച്ചു. ഓക്കെ, അബ്സല്യൂട്ട്ലി എ വർക്കിംഗ് ഗൺ. ആ ഗണ്ണും കൊണ്ട് വെടിവെച്ചപ്പം ആ ഗൺ ഫയർ ചെയ്തില്ല. ഓക്കെ, അപ്പൊ ഇവര് സംശയിച്ചു എന്തോ പ്രശ്നമെന്ന്. അപ്പം വേറെ ഡയറക്ഷനിലോട്ട് മാറ്റിയപ്പം വെടിവെച്ചപ്പം ഗൺ ഫയറായി. പിന്നെ ഇയാളെ വെടിവെക്കാൻ നോക്കിയപ്പോൾ പിന്നെയും ഗൺ ഫയർ ആയില്ല. 2-3 പ്രാവശ്യം നോക്കിയിട്ട് they gave up trying to kill him. മനസ്സിലായി? നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആസ് അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഒരു ദൂതൻ തന്നെ ഗണ്ണിന്റെ ഗൺ വർക്ക് ചെയ്യുന്ന ബുള്ളറ്റിന്റെ പുറകെ ഒരു സാധനം പോയി സ്ട്രൈക്ക് ചെയ്ത. Is it difficult for an angel to just block that? It's not difficult. മനസ്സിലായി? സോ നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ എക്സ്പീരിയൻസസ് ഇൻ അവർ വാക്ക് വിത്ത് ഗോഡ്. അപ്പം നമ്മൾ ഓർത്ത് നോക്കണം, God will provide for you. God will take care of you. Okay, in every dimension. Don't be mistaken. And you'll have provision in your life. ഇപ്പം ഓർത്ത് നോക്കുക, ഈ എംബസിക്കകത്തുള്ള അവന് ഒരു സിക്നസിന്റെ ഇഷ്യൂ വന്നെങ്കിൽ എന്ത് പറ്റും? He'll be treated, അല്ലേ, അക്കോർഡിംഗ് ടു അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ്.
So in every way we will be delivered. ഇത് മാത്രമല്ല, ഓക്കെ, ഇതിപ്പം പ്രൊട്ടക്ഷൻ പ്രൊവിഷനെ പറ്റിയൊക്കെയാണ്. നമ്മൾ ബൈബിളിനകത്ത് പറയുന്നുണ്ട്, വി ആർ നോ ലോങ്ങർ സിറ്റിസൺസ് ഓഫ് ദിസ് വേൾഡ്, വി ആർ സിറ്റിസൺസ് ഓഫ് എ ഹെവൻലി കിങ്ഡം, അല്ലേ? അപ്പം നമ്മൾ എനിക്കൊന്ന് ഷെയർ ചെയ്തായിരുന്നു ഇവിടെ, നമ്മൾ ഏലിയൻസാ. ഓക്കെ, നമ്മൾ സൗദി അറേബ്യയിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആഫ്രിക്കയിലാണെങ്കിൽ, അവർ നമ്മളെ വിളിക്കുന്ന ഏലിയൻസ് എന്നാ, ഫോറിനർ എന്നാ. നമ്മൾ ഈ ലോകത്തിൽ ഫോറിനേഴ്സാ, ബിക്കോസ് നമ്മുടെ സിറ്റിസൺഷിപ്പ് മോളില. ഓക്കെ, നമ്മൾ മനുഷ്യർ മാത്രമല്ല, വി ആർ ഓൾസോ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്, ദ സൺസ് ഓഫ് ഗാഡ്, ദോസ് ഹു നോ ദെയർ അതോറിറ്റി. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൺസ് ഓഫ് ഗാഡ് ആൻഡ് ദി ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഇച്ചിരി വ്യത്യാസമുണ്ട്. ദോസ് ഹു നോ ദെയർ അതോറിറ്റി ഇൻ ക്രൈസ്റ്റ് ആർ ദ സൺസ് ഓഫ് ഗാഡ്. അപ്പം നമ്മളൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പീപ്പിളാ, കോട്ട് ആൻഡ് കോട്ട്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പം ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, 1 Corinthians 14 പറയുന്നുണ്ട് ഗിഫ്റ്റ്സ് ഓഫ് ദി സ്പിരിറ്റിനെ പറ്റി. അതായത് വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, പ്രൊഫസി, മിറക്കിൾസ്, ഗിഫ്റ്റ് ഓഫ് മിറക്കിൾസ്, ഗിഫ്റ്റ് ഓഫ് ടങ്സ്, ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ടങ്സ്, ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ്, ഗിഫ്റ്റ്സ് ഓഫ് ഡിസേൺമെന്റ് ഓഫ് സ്പിരിറ്റ്സ്, ഒന്നുകൂടെ ഉണ്ട്. ഓക്കെ, 9 കാര്യങ്ങളുണ്ട്. നമ്മൾ ഗിഫ്റ്റ്സിനെ പറ്റി മനസ്സിലാക്കും. ഗിഫ്റ്റ് വേർഡ് ഓഫ് വിസ്ഡം, നോളജിനെ പറ്റി എടുക്കുക. വേർഡ് ഓഫ് നോളജ് എന്തുവാ? നമ്മൾ പ്രാർത്ഥിക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോന്നില്ല, നമ്മൾ ഒരാടുത്ത് സംസാരിക്കുക. ഒരാടുത്ത് സംസാരിക്കുമ്പോൾ സഡൻലി നമുക്കൊരു വിഷനായിട്ട് ഇയാള് വന്ന ചില വഴികളുടെ അംശം നമുക്ക് കാണാൻ പറ്റി. പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തരും. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ, പല സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തരും. അപ്പൊ നമ്മൾ ഈ വ്യക്തിയെടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു കാര്യം കാണിക്കും. ഈ ഒരു വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ് സാധാരണ മനുഷ്യന് ആപ്ലിക്കബിൾ അല്ല. അപ്പം ഈ വ്യക്തി, ഈ വിശ്വാസി എടുത്ത് നമ്മുടെ അടുത്ത് പറയുന്നതിന്റെ മുന്നേ നമുക്ക് മാനുഷികമായിട്ട് ഈ ഒരു കാര്യം അറിയാൻ ഒരു വഴിയില്ല. ഓക്കെ, പക്ഷെ അവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്കിത് വെളിപ്പെടുത്തി തരും. സോ ആ ഒരു പോയിന്റിൽ യു ആർ ഓപ്പറേറ്റിംഗ് ഡിഫറെന്റ് ഫ്രം ദ എവേർലി മാൻ, അല്ലേ? ആണോ അല്ലയോ? നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. റോമൻസ് 8:14 ഒന്ന് എടുത്തേ. റോമൻസ് 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെ ഭയപ്പെടേണ്ടതില്ല. മതി പോലെ. ദൈവാത്മാവ് നടത്തുന്നവര് ദൈവത്തിന്റെ മക്കളാ. അവിടെയും ചെറിയൊരു പെശകുണ്ട്. അവിടെ മക്കളെന്നല്ല ഇംഗ്ലീഷ് യൂസ് ചെയ്തിരിക്കുന്നത്, സൺസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ദോസ് ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ആർ ദ സൺസ് ഓഫ് ഗാഡ്. അപ്പം സൺസ്, അപ്പം ദൈവ പരിശുദ്ധാത്മാവ് എന്തോ വായിച്ചൊന്നും കൂടെ വായിച്ചത്? ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ പുത്രന്മാരാ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം മെൻ ആൻഡ് വിമൻ, ഗേൾസ് ആൻഡ് ബോയ്സ്, നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോൾ വി ആർ ഓൾ ദ സൺസ് ഓഫ് ഗാഡ്. വി ആർ നോട്ട് ദ ഡോട്ടേഴ്സ് ഓഫ് ഗാഡ്. ഓക്കെ, ഡോണ്ട് ഗെറ്റ് ലോസ്റ്റ്. കാര്യം അവൻ ചിലർക്കും, ചില വിമൻ അല്ലെങ്കിൽ ഗേൾസ് ഓർക്കും, ഓ ഐ എം നോട്ട് എ സൺ, ഐ എം എ ഗേൾ. ഓക്കെ, പക്ഷേ ഐ ഡോണ്ട് ഹാവ് ടു ബി കൺസേൺ. നമ്മളെല്ലാം മെൻ ആൻഡ് വിമൻ വിൽ ഓൾ ബി പാർട്ട് ഓഫ് ദി ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, അതുകൊണ്ട് എങ്ങനെ, ഹൗ ക്യാൻ എ മാൻ ബി എ ബ്രൈഡ്? ഡോണ്ട് വറി അബൌട്ട് ഓൾ ദാറ്റ്. ഓക്കെ, somebody who operates in the power and എന്താ അതുകൊണ്ടായിരിക്കും മക്കളെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, മക്കളെന്ന് പറയുന്നത് അവിടെ നമ്മൾ ഗ്രീക്കിലോട്ട് പോയാൽ ഇൻഫന്റ് ആയിട്ടുള്ളൊരു കൊച്ചിനെ പറ്റിയാ പറഞ്ഞത്. എ ബേബി വിത്ത് നോട്ട് മച്ച് അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയാ മക്കളെന്നുള്ള വേർഡ് നമ്മൾ ഇംഗ്ലീഷ് കിങ് ജെയിംസ് ഭാഷയിൽ പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ ചെയ്ത എല്ലാം നോക്കുന്നത്. ഇവിടെ പോയി നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ബിബ്ലിക്കൽ ടൂൾസ് എടുത്തിട്ട് ഗ്രീക്കിലോട്ട് പോകുവാണെങ്കിൽ, സ്ട്രോങ്സ് റെഫറൻസ് എടുത്താൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് എ ഡിഫറെന്റ് വേർഡ് യൂസ്ഡ്. സംബഡി ഹു നോസ് വാട്ട് ദേ ആർ ടോക്കിംഗ് അബൌട്ട്. യുനോ, അപ്പം മക്കളെന്നുള്ള കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല. അപ്പം
പരിശുദ്ധാത്മാവ് നടത്തുന്നവർ ആണ് ദൈവത്തിന്റെ പുത്രന്മാര്. അപ്പൊ ഓർത്ത് നോക്കും, നമുക്ക് ഇന്ന് ദൈവഹിതം എന്തുവാന്ന് ഐ മീൻ ചിലർ പറയും, എനിക്ക് അറിയത്തില്ല, നാളെ രാവിലെ ഞാൻ എഴുന്നേക്കുമെന്ന്. ഞാൻ പറയാം, ഞാൻ നാളെ രാവിലെ എഴുന്നേക്കും, അടുത്ത വർഷവും ഞാൻ എഴുന്നേക്കും, അതിന്റെ അടുത്ത വർഷവും ഞാൻ എഴുന്നേക്കും, അതിന്റെ അടുത്ത വർഷവും ഞാൻ എഴുന്നേക്കും. കാര്യം എന്തുവാ? എനിക്ക് ദൈവത്തിന്റെ പദ്ധതി എന്നെ കുറിച്ച് ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ അറിയാം. നമ്മളപ്പോ ഈ ദൈവരാജ്യത്തിനകത്ത് നിന്നാൽ എന്തോ പറ്റും? കൊല്ലാനും മുടിപ്പിക്കാനും നശിപ്പിക്കാനും ഉള്ള ആ അന്താര ശക്തിക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല, ആണല്ലോ. കാര്യം എന്തുവാ? കർത്താവ് എനിക്ക് സമൃദ്ധമായിട്ടുള്ള ജീവിതം തരാനാ വന്നത്. അതുകൊണ്ട് പക്ഷെ ലോകത്തിലെ അവൻ ഇത് അറിയത്തില്ല. ലോകത്തിലെ അവൻ പറയും, ഞാൻ നാളെ രാവിലെ എഴുന്നേക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലായി? നമുക്ക് കർത്താവ് ഒത്തിരി ഗ്യാരണ്ടീസ് തന്നിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, നാളെ രാവിലെ എഴുന്നേക്കുമെന്നുള്ള മാത്രമല്ല, നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ സിമ്പിൾ ഒരു വിഷയം, കർത്താവ് ഞാൻ എവിടെ വീട് വെക്കണം, ഞാൻ എവിടെ ജോലിക്ക് പോകണം, ഞാൻ ഇയാളുടെ കൂടെ പോയി താമസിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ആ സിറ്റി പോയി താമസിക്കുന്നത് ഓക്കെയാണോ എന്നുള്ള വിഷയങ്ങൾക്ക് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്താൻ ശക്തനാണ്. നമ്മൾ ദൈവത്തിന്റെ വില്ലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു ഒറ്റ വാക്യം പറയാം, ദൈവത്തിന്റെ വില്ല് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ദൈവത്തിന്റെ വില്ല് ഒരു സർക്കിൾ പോലെ. യു ക്യാൻ ലിവ് എനിവെയർ ഇൻസൈഡ് ദാറ്റ് സർക്കിൾ, യു ക്യാൻ ഓപ്പറേറ്റ് എനിവെയർ വിത്തിൻ ദാറ്റ് സർക്കിൾ. ഇന്ന് രാവിലെ ഞാൻ ഈ കറുത്ത ഉടുപ്പ് ഇടണമെന്ന് പരിശുദ്ധാത്മാവിന്റെ ഹിതമാണെന്ന്, ഇറ്റ് ഡസന്റ് റിയലി മാറ്റർ. ഐ ക്യാൻ വെയർ എ റെഡ് ഷർട്ട് ഒരു ബ്ലൂ ഷർട്ട്. അവിടെ നമുക്ക് ചോയ്സ് ഉണ്ട്, മനസ്സിലായി? കർത്താവിന്റെ ഹിതം എന്ന് പറയുന്നത് ഒരു വര വരച്ച് അതിന്റെ മുകളിൽ നിൽക്കാനല്ല. നമുക്ക് കർത്താവ് ഒത്തിരി ഫ്രീഡം തരുന്നുണ്ട്, പക്ഷെ ഫണ്ടമെന്റലി വി നീഡ് ടു വാക്ക് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പം നമുക്ക് നമ്മളെ ദൈവത്തിന്റെ രാജ്യത്തിലെ പൗരന്മാരല്ലേ ആയിരിക്കുന്നുണ്ട്, സിറ്റിസൺസ് ആയിരിക്കുന്നുണ്ട്. വി ഹാവ് സൂപ്പർ നാച്ചുറൽ പവർ. നമ്മൾ രോഗികളുടെ മുകളിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവർക്ക് രോഗസൗഖ്യം വരും. ലോകത്തിൽ അവൻ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ ദൈവജനം പ്രകാരം ജീവിച്ചാൽ വി ആർ എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ടോട്ടലി. വി ആർ ഇൻ ഫാക്ട് ഫോറിനേഴ്സ്, വി ആർ ഏലിയൻസ്. അപ്പം നമുക്ക് ഒത്തിരി സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. നമ്മളൊരു കാര്യം വിശ്വസിച്ച് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. കാര്യം എന്തുവാ? ദൈവരാജ്യം നമ്മളെ ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും ആദ്യം ഒരു കാര്യത്തിലോട്ട് എങ്ങനെയാ പ്രവേശിക്കുന്നത്? ഇപ്പം ഒരാൾക്ക് ഒരു ദൂരദേശത്തു നിന്ന് ഒരു ജോലി കിട്ടി. ജോലി കിട്ടിയ കണ്ണടച്ച് ജോലിക്ക് ഓടുവോ? ഇല്ല. ചെക്ക് ചെയ്യും, കമ്പനി ഓക്കെ ആണോ, സാലറി ഓക്കെ ആണോ, അവിടെ ജീവിക്കാൻ എത്രയും കോസ്റ്റ്സ് ഉണ്ട്. ഞങ്ങൾ ഒമാനിൽ നിന്ന് ജമൈക്കയിലോട്ട് പോയപ്പം, ജമൈക്ക എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ പോയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇന്റർനെറ്റിൽ പോയി ജമൈക്കയിലെ ഹൗസിംഗ് കോസ്റ്റ് നോക്കി, ഫുഡിന്റെ കോസ്റ്റ് നോക്കി, സെക്യൂരിറ്റി നോക്കി, ജമൈക്കയിൽ താമസിച്ചവര് സംസാരിച്ചു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടാ ഒരു കാര്യം ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മള് സോറി ഐ ലോസ്റ്റ് ട്രാക്ക് ദേർ. ഓക്കെ, അപ്പം നമ്മള് ഐ ലോസ്റ്റ് ട്രാക്ക്, ഐ ആം സോറി. അപ്പം ചുരുക്കം പറഞ്ഞാല് വി ജസ്റ്റ് നീഡ് ടു അപ്പം നമ്മളൊരു കാര്യത്തിലോട്ട് പ്രവേശിക്കുന്നത് നമ്മൾ ആ കാര്യത്തിനെ കുറിച്ച് അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ടാ അല്ലേ? അപ്പം നമ്മൾ ദൈവത്തിന്റെ നമ്മൾ ഏത് രീതിയിൽ ആയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കിട്ടിക്കഴിഞ്ഞ് നമ്മളത് ധ്യാനിച്ച് വചനപ്രകാരം അത് വാലിഡ്. ഞാൻ പറഞ്ഞുകൊണ്ട് ആരും ഒന്നും വിശ്വസിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ദൈവത്തിനകത്തുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഞാനും കുഴിക്കാത്തയാടും നിങ്ങളും കുഴിക്കാത്തയാടും. കർത്താവിന് വചനം നമ്മളെ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ പറഞ്ഞ് കേട്ട് ഓടല്ല. ആര് എന്ത് പറഞ്ഞാലും ദൈവത്തിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അത് അംഗീകരിക്കാൻ വിശ്വസിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? നമുക്ക് ആ സത്യത്തിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. അപ്പം നമ്മൾ ഈ ദൈവത്തിനെ കുറിച്ച് നമ്മളിപ്പം കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവനെ പറ്റി ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലായി. കിങ്ഡം ഓഫ് ഗോഡ് ഈ ലോകത്ത് ആണെന്ന് മനസ്സിലായി. ആ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലായി. ആ ഒരു അവസ്ഥ വചനത്തിനകത്തുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു.
ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ. പിന്നെ നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നത്, ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും. ഓക്കെ, അപ്പം ദൈവവചനം പറയുന്നതും നമ്മുടെ ജീവിതമായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. ദൈവവചനം ഇവിടെ പറയുന്നത്, നമ്മൾ ഇവിടെയാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് എങ്ങനെ നമുക്ക് കുറയ്ക്കാമെന്ന് നമ്മൾ അന്വേഷിക്കുമ്പം പരിശുദ്ധാത്മാവ് നമ്മളെ കുറെ കാര്യങ്ങൾ പറയും. പരിശുദ്ധാത്മാവ് പറയും, എടാ നീ ഈ ഒരു കാര്യം ശരിയാക്കുക, ആ ഒരു കാര്യം ശരിയാക്കുക, ഈ ഒരു കാര്യം ശരിയാക്കുക, നിന്റെ ബൈബിൾ മെഡിറ്റേഷൻ ശരിയല്ല, നിന്റെ പ്രയർ ടൈം ശരിയല്ല, ടങ്സിൽ പ്രാർത്ഥിക്കുന്ന ആവശ്യത്തിന് പോരാ, ഈ ടേപ്പ് കേൾക്കുക, ആ ബുക്ക് വായിക്കുക, ഈ അടുത്ത് സംസാരിക്കുക. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ചില ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ എന്ത് പറ്റും, we'll be able to bridge that gap and start walking in the reality. ഏറ്റവും ആദ്യം ഈ കാര്യങ്ങൾ, ഈ കിങ്ഡം ഓഫ് ഹെവൻ, കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റി ഒരു ഡിഫറൻസ് ഞാൻ മനുഷ്യൻ കേട്ടതല്ല പറഞ്ഞ് മനസ്സിലാക്കിയത്. ഏറ്റവും ആദ്യം ഐ കുഡന്റ് ബിലീവ് ഇറ്റ്, മനസ്സിലായി, ലിറ്ററലി. I said, my goodness, how can this be possible? ഇങ്ങനെ സംഭവിക്കൂ, ഇതാണോ യാഥാർത്ഥ്യം? പക്ഷെ നമ്മൾ ദൈവത്തിനെ ചെക്ക് ചെയ്തതും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇതാണ് സത്യമെന്ന്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ക്ലോസ് നമ്മൾ ഓക്കെ, ഞാൻ ഒരു വേഴ്സും കൂടെ എടുക്കുവാണ്. മാത്യു ചാപ്റ്റർ 6 പോയിക്കേ. മാത്യു ചാപ്റ്റർ 6 എല്ലാവർക്കും നല്ല പരിചയമുള്ള പോർഷൻ ഇത്. മാത്യു ചാപ്റ്റർ 6 എന്ത് പറയുന്നു? മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, ഇതോടുകൂടെ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ തൊട്ട് മുമ്പിൽ നമുക്ക് 2-3 കാര്യങ്ങൾ നോക്കാം. ഓക്കെ, വേഴ്സ് 25 വായിച്ചേ, 25-26. മാത്യു 6:25-26. ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഓക്കെ, നിക്ക് ഒരു മിനിറ്റ്. എന്ത് നിങ്ങളുടെ വെച്ചിട്ട് പൈ വായിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നിങ്ങൾ വിചാരപ്പെടല്ലേ, നിങ്ങൾ ഭാരപ്പെടല്ലേ. ഓക്കെ ഓക്കെ, അടുത്ത വായിച്ച്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനെ ശരീരവും വലുതല്ലയോ? ആകാശത്തിന്റെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷമുള്ളവരല്ലയോ? അല്ലയോ? ഓക്കെ, നമ്മൾ പൊതുവെ ഉണ്ടല്ലോ ഈ വേഴ്സ് എല്ലാം വായിച്ചങ്ങ് വിടത്തേ ഉള്ളൂ, ഇതിലോട്ട് ഇറങ്ങിപ്പോകത്തില്ല. ഇതൊക്കെയാണെങ്കിലും അയ്യോ ഞാൻ നാളെ എന്തോ കഴിക്കാൻ പോകുന്നത്, എന്റെ ജോലി പ്രശ്നമായ എന്ത് ചെയ്യും, ഇപ്പം കോവിഡാ, ആഹപ്പാടെ പ്രശ്നമാ, ഒത്തിരി സ്ഥലത്തുനിന്ന് കമ്പനിയിൽ നിന്ന് ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്, എന്റെ ഗതി ഇതാകൂ, ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ ഭാരപ്പെടണ്ട. ഓക്കെ, 28 വായിച്ചേ. ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നെന്ന് നിരൂപിക്കുകയും, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. ഇത് വേറൊരു ടീച്ചിങ് ആണ് കേട്ടോ. ഇതിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങിപ്പോ ഇറ്റ് ഇസ് റിയലി അമേസിങ്. പക്ഷെ ദിസ് ഇസ് ജസ്റ്റ് ടു ടച്ച് ഓൺ സം തിങ്സ്. ഓക്കെ, അപ്പൊ ചുരുക്കം പറയാം, തിന്നുകയും കുടിക്കുകയും എന്തൊടുക്കും എന്നുള്ളത് നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്തോ നമ്മളെ ബാക്ക് ചെയ്യാനൊരു, നമ്മൾ അംബാസിഡേഴ്സ്, നമ്മളെ ബാക്ക് ചെയ്യാൻ ദർ ഇസ് എ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊന്ന് ഇമെയിൽ വഴി ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി. ഓക്കെ, ലോർഡ് ഐ നീഡ് സോ മച്ച്, ടേക്ക് കെയർ, ഇറ്റ് ബി ഡൺ. ഓക്കെ, വിശ്വസിക്കാൻ ഇച്ചിരി പാടാ. ഇനീഷ്യലി ഇറ്റ് മൈറ്റ് ബി ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു ബിലീവ്. ഓക്കെ ഓക്കെ, താഴോട്ട് നോക്കിക്കേ. ഓക്കെ, 31-32 വായിച്ചേ. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ആരാ അന്വേഷിക്കുന്നത്? ജാതികൾ അന്വേഷിക്കുന്നു. അപ്പം പൊതുവെ ക്രിസ്ത്യാനികൾ എന്തുവാ? ജാതികൾ. പൊതുവെ ക്രിസ്ത്യാനികളുടെ കാര്യം വിടും, പൊതുവെ വിശ്വാസികൾ എന്തുവാ?
ഓക്കെ. അല്ല, നമ്മൾ ഇത് നമ്മൾക്ക് തന്നെ ഇതൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കണം. നമ്മൾ നമ്മുടെ തന്നെ ഇത്ര വിഷയങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ കുഴിക്കകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം പൊതുവെ അന്വേഷിക്കുന്ന ഇത് ജാതികളാ. ഓക്കെ, വായിച്ചു താട്ടെ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അമേരിക്കൻ ഗവൺമെന്റ് അറിയാം നമുക്ക് കുടിക്കാനും കഴിക്കാനും എല്ലാം വേണമെന്ന്. അതായത് മുകളിൽ അറിയാമെന്ന്. ഓക്കെ, 33 വായിച്ചേ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. മുമ്പേ കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നമുക്ക് ലഭിക്കും. നമ്മൾ ആക്ച്വലി ഇന്ത്യ കുറെ വർഷം ഭരിച്ചത് ആരാ? ബ്രിട്ടീഷുകാരല്ലായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരു വൈസ്രോയ് ഉണ്ടായിരുന്നു അല്ലേ? വൈസ്രോയുടെ ജോലി എന്തുവാ? വൈസ്രോയുടെ ജോലി ഇന്ത്യ ഭരിക്കുക. പക്ഷെ പുള്ളിക്ക് വേറൊരു ജോലിയും കൂടെ. ഇന്ത്യയെ UK പോലെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുക, കൾച്ചർ കൊണ്ടുവരിക, ഇതൊക്കെയാ വൈസ്രോയുടെ ജോലി. ആഫ്രിക്കയിൽ പോയാല് നമ്മൾ ഓർക്കും പൊതുവെ ആഫ്രിക്കൻസ് എല്ലാം അവരോട് ലോക്കൽ ലാംഗ്വേജസ് സംസാരിക്കുന്നതെന്ന്. പക്ഷേ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ ഫ്രഞ്ചുകാർ ഭരിച്ചു, ചില രാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ ഭരിച്ചു, ചില രാജ്യങ്ങൾ പോർച്ചുഗീസുകാർ ഭരിച്ചു. ഓക്കെ, ഈ ദേശങ്ങളിലെല്ലാം ചില ആഫ്രിക്കൻ കൺട്രീസ് ഫ്രഞ്ച് സ്പീക്കിംഗ് ആണ്. ഐവറി കോസ്റ്റ് ഫ്രഞ്ച് സ്പീക്കിംഗ് ആണ്. ടാൻസാനിയ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. കാര്യം എന്തുവാ? അവിടുത്തെ ഗവർണേഴ്സ് വന്ന് ദേ ട്രൈ ടു പുഷ് their local culture and their local language. നമ്മുടെ ഇന്ത്യയിലെ നാട്ടില് മുണ്ട് എടുത്തോണ്ടിരുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് നമുക്ക് മുണ്ട ആക്ച്വലി ഏറ്റവും നല്ല നമ്മുടെ നാട്ടിലത്തെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന്. പക്ഷെ ഇന്നെന്തോ സൂട്ടും ബൂട്ടും അല്ലെ? അത് UK കാർക്ക് പറ്റിയ വസ്ത്രമാണ്. അവിടെ ഐസും സ്നോ വരുമ്പോൾ സൂട്ടും ജാക്കറ്റും ബൂട്ടും തൊപ്പിയും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അത് ഇന്ത്യക്ക് ഓക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് they try to change the culture. മനസ്സിലായി? അപ്പം കർത്താവ് പറയുന്നു മുമ്പേ കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിക്കുകയും, നമ്മൾ നീതി നമ്മുടെ ഉള്ളിൽ അന്വേഷിക്കുകയും കർത്താവിന്റെ രാജ്യം സീക്ക് ഫസ്റ്റ് കിങ് ഓഫ് ഗോഡ്, നമ്മൾ കർത്താവിന്റെ രാജ്യം എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റും? വി ആർ ഫുൾഫില്ലിംഗ് ഗോഡ്സ്. കർത്താവിന്റെ കമാൻഡ്മെന്റ് എന്തുവായിരുന്നു? മാത്യു 28:18 ഗോയിങ് ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള സറൗണ്ടിങ്സിൽ when we start to fulfill God's commission by sharing the gospel, the kingdom of God will back us up. Okay, we don't need to get stressed. Okay, ഞാൻ എങ്ങനെ കർത്താവിനെ കുറിച്ച് അപ്പുറത്തുള്ള ഇവന്റെ അടുത്തും ഇപ്പുറത്തുള്ള ആളും പറയുന്നത് ചിന്തിക്കണ്ട ഇപ്പം. ഓക്കെ, at this moment നമ്മൾ just focus on the kingdom of God and the kingdom of heaven and understand this, that നമ്മൾ we are just not ordinary human beings. ജാതികളല്ല നമ്മൾ. അപ്പൊ നമുക്ക് കർത്താവ് ഒരുക്കി വെച്ചേക്കുന്ന വേറൊരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കി ഞാൻ ഇന്ന് ഷെയർ ചെയ്ത വചനങ്ങളൊന്ന് ധ്യാനിക്കാമെങ്കിൽ ഇൽ റിയലി ഹെൽപ്പ്. ഓക്കെ, പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ചത്തെ ഞാൻ ലിങ്ക് അയക്കാൻ വിട്ടുപോയി. എൻ്റെ ടെസ്റ്റിമണിയുടെ അവിടെ തന്നെ കിടപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഫുൾ ഞാൻ യൂട്യൂബിലോട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ് us close now. Any questions? Okay. ഒരു കാര്യം ചോദിച്ചോട്ടെ? പ്ലീസ്. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോസ്തല പ്രവർത്തികള് 7-ാം അധ്യായത്തില് നമ്മൾ വായിക്കുമ്പോൾ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിനെ പറ്റി കാണുന്നുണ്ട്. അതെ, ഇന്ന് നമ്മളിപ്പോ ധ്യാനിച്ച വിഷയത്തിലനുബന്ധിച്ച് ദൈവരാജ്യത്തിന്റെ കീഴിൽ നമ്മൾ വരുമ്പോൾ ജോർജ് ബ്രദർ അതിന് ഉദാഹരണം അടക്കം പറഞ്ഞു. ടാൻസാനിയയിലെ അല്ല അവിടെ വെച്ച് ദൈവത്തിന്റെ ദാസനായിട്ടുള്ള മനുഷ്യനെ വെടിവെക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അത് സാധിച്ചില്ല. പക്ഷെ അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ നമ്മൾ സ്തേഫാനോസിനെ കാണുന്നത് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അത് കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴും അവൻ കാണുന്നത് സ്വർഗത്തെ തുറന്നിരിക്കുന്നതും കർത്താവിനെ സ്വീകരിക്കാനായിട്ട് എഴുന്നേൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ദൈവരാജ്യത്തിന്റെ ഉള്ളിലാണെങ്കിലും ദൈവഹിത പ്രകാരം നമുക്ക് ഇതുപോലെയുള്ള പ്രോസിക്യൂഷൻസ്, പ്രതികൂലങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി ഉണ്ടാകുവാനായിട്ട് സാധ്യതയില്ലേ? സാധ്യത. ഓക്കെ ബ്രദർ, ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ,
എനിക്ക് അത് കേട്ടപ്പം ഞാനിങ്ങനെ ആദ്യ രക്തസാക്ഷി എന്ന നിലയിൽ സ്തേഫാനോസിനെ നമ്മള് ബൈബിൾ തന്നെ കാണിക്കണം. നമ്മൾ പറഞ്ഞു കേട്ടതല്ല. അതെ, ദാറ്റ്സ് ഗുഡ്. അല്ല, താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് ദാറ്റ്, ബിക്കോസ് അത് എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അനേക വർഷം എന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസിനെ അവർ കത്തിച്ചു കൊന്നില്ലേ? അതുപോലെ ക്രിസ്ത്യൻ മാർട്ടിയേഴ്സിനെ എത്ര പീഡിപ്പിച്ച കൊന്നത്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ അതിലോട്ട് പോകാം. നമ്മള് പെർസിക്യൂഷനെ പറ്റി പ്രത്യേകിച്ച് പറയുമ്പോൾ, ഒന്ന്, കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് പെർസിക്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ പോകുന്ന ചർച്ചസിലെ ആൾക്കാർക്ക് ഇതുപോലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങിയാൽ അവർ നമ്മളെ പെർസിക്യൂട്ട് ചെയ്യും. പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കല്ലെറിയണമെന്നില്ല. അവർ നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത് തന്നെ പെർസിക്യൂഷനാണ്, ആണല്ലോ. അപ്പം വി വിൽ ബി പെർസിക്യൂട്ടഡ് ഫോർ സർട്ടൺ. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അറിവില്ല. ഞാൻ ആരെയും വിധിക്കുമല്ലോ കേട്ടോ. റവറൻഡ് ഗ്രഹാം സ്റ്റെയിൻസിനെ കുറിച്ചോ സ്റ്റെഫിനെ പറ്റി ഒന്നും ഞാൻ ഐ എം നോട്ട് ജഡ്ജിങ് എനിബഡി. ഐ എം നോബഡി ടു ജഡ്ജ്. ഓക്കെ, ദാറ്റ്സ് ലെഫ്റ്റ് ടു ഗോഡ്. ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. നമ്മൾ പക്ഷേ അറിവില്ലായ്മ കൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിയിൽ ഓപ്പറേറ്റ് ചെയ്താൽ എനിക്ക് എന്നെ ബാക്ക് ചെയ്യാൻ ദൂതന്മാര് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല എങ്കിൽ, എന്റെ ഫുഡ് വിൽ ബി ടേക്കൻ കെയർ ഓഫ് ബൈ ഗോഡ് എന്ന് ഉറപ്പില്ല എങ്കിൽ, യു വിൽ ഗോ, യു ക്യാൻ, ഓക്കെ, യു വിൽ എന്ന് ഞാൻ പറയുന്നില്ല, യു ക്യാൻ ഗോ ത്രൂ എ ടൈം ഓഫ് ട്രബിൾ. നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല ഉപദേശിമാരുണ്ടായിരുന്നില്ലേ? ശക്തന്മാരായിട്ടുള്ള മൂത്താമ്പകൽ ഉപദേശിയും സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയും എല്ലാം ഉണ്ടായിരുന്നില്ലേ? അവർ കർത്താവിന് വേണ്ടി ശക്തന്മാരായിട്ട് നിന്ന ആൾക്കാരാ. പക്ഷേ അവരുടെ ജീവിതത്തിലെ അനുഭവം എന്തുവായിരുന്നു? അനേകരുടെ കഷ്ടവും ദുഃഖവും ദാരിദ്ര്യമായിരുന്നില്ലേ? പട്ടിണിയായിരുന്നു. ഞാൻ അവരെയും ജഡ്ജ് ചെയ്യുമല്ല. ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ഓക്കെ, പക്ഷെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമുക്ക് പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ചിലർക്കും നമ്മൾ ക്രോസ് ഓഫ് ക്രൈസ്റ്റിനെ പറ്റി വിൽ ടോക്ക് വൺ ഓഫ് ദീസ് ഡേയ്സ്. യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത്, ഞാൻ രോഗം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ ദാരിദ്ര്യം, ദുഃഖമല്ല, സേ ഫോർ എക്സാമ്പിൾ പോവർട്ടിയുടെ കാര്യം എടുക്കുക. ഓക്കെ, ഇഫ് പോവർട്ടി ഈസ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, പോവർട്ടി ക്രിസ്ത്യൻസിന് മാത്രമേ ഉള്ളൂ? ക്രിസ്ത്യൻസിന് മാത്രമേ ഉള്ളൂ? ഇത് കോട്ട. ഓക്കെ, ഹിന്ദുക്കൾക്കില്ലേ? മുസ്ലിംസിനില്ലേ പോവർട്ടി? അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യന്റെ പോവർട്ടി കർത്താവ് തരുന്നതാണെങ്കിൽ, കർത്താവ് പെർസിക്യൂഷൻ വഴി വരുന്നതാണെങ്കിൽ, ഹിന്ദുവിടെ പോവർട്ടി ഏത് വഴി വരുന്ന? ഓക്കെ, അപ്പം നമ്മൾ അറിവില്ലായ്മ കൊണ്ട് യു ക്യാൻ ഗെറ്റ് ഹിറ്റ്. ഒന്ന്, ഹീബ്രൂസ് 11 ഒന്ന് എടുത്തേ. ഹീബ്രൂസ് 11 നമ്മളിത് വായിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. 11:32 through 34 വായിച്ചേ ആരെങ്കിലും? Hebrews 11:32 to 34. ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. വിശ്വാസത്താൽ അവര് രാജ്യങ്ങളെ അടക്കി. നീതി നടത്തി. വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വാ അടച്ചു. ഓക്കെ, തീയുടെ ബലം കെടുത്തു. വാളിന്റെ വായ്ക്ക് തെറ്റി. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. അപ്പം ഇവിടെ നമ്മൾ എന്തോ കാണുന്നേ? സേ ഫോർ എക്സാമ്പിൾ സാംസന്റെ കാര്യം എടുക്കുക. സാംസൺ ഒറ്റ മനുഷ്യൻ. പുള്ളിയുടെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. സാംസൺ ആക്ച്വലി മരിക്കുമ്പം, അതായത് ദൈവത്തിന്റെ കൽപ്പന വിട്ട് മാറി, എനിക്കൊന്ന് ഫിലിസ്തീനയുടെ ഇതിൽ കൂട്ടത്തിലല്ല, ഫിലിസ്തീനല്ലേ അവനെ പിടിച്ചത്, സാംസൺ പിടിച്ചത്. അവസാനം പിടിച്ചിട്ട് കെട്ടി അവര് സാംസന്റെ they made fun of him, അല്ലേ? പക്ഷെ അപ്പം സാംസൺ എന്ത് പറയും? ലോർഡ് give me your strength one more time so that I can take care of this. And that one man killed more than 3,000 people. അല്ലേ? പുള്ളി ഓർത്ത് നോക്കണം, ദൈവത്തിന്റെ വെളിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്.
ഒത്തിരി ലാർജ് പെർസെന്റ് ഓഫ് ഹിസ് ലൈഫ്. പക്ഷെ ഈ പോർഷൻസ് നമ്മൾ എന്താ കാണുന്നത്? ഹു ത്രൂ ഫെയ്ത്ത് സബ്ഡ്യൂഡ് കിങ്ഡംസ്, വാട്ട് മോർ ഷെൽ ഐ സേ? 32. For time would fail to tell me of Gideon, Barak, Samson, Jephthah, David, Samuel, the prophets, who through faith subdued kingdoms, who wrought righteousness, obtained promises, stopped the mouth of lions, quenched the violence of fire, escaped the edge of the sword. അങ്ങനെ കുറെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. 35 വായിച്ച ബ്രദർ. 35. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. മറ്റൊരു എന്ത് ചെയ്തു? മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഐ മീൻ എൻ്റെ അറിവില്ല, ഓക്കെ, എൻ്റെ പരിമിതമായിട്ടുള്ള അറിവില്ല, മാർട്ടിയേഴ്സ്, കർത്താവിന് വേണ്ടി മരിച്ചവർക്ക് സ്വർഗത്തിൽ വേറൊരു ഗ്ലോറിയ. അപ്പം ചിലർ തീരുമാനിക്കുക, ലോർഡ് ഐ വിൽ ഡൈ ഫോർ യുവർ സേക്ക് തീരുമാനിച്ച്, അതൊരു കേസ് കേട്ടോ. ദേ നോ ദാറ്റ് ഡെലിവറൻസ് ഇസ് ദെയർ പോർഷൻ. പക്ഷെ ഇവിടെ എന്തോ, they did not, they refused to accept deliverance. They said, Lord, I will die for you. എന്നുള്ള ഒരു തീരുമാനം കൊണ്ട് they permitted themselves to be killed. കർത്താവിന്റെ കാര്യം എടുക്കുക. നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ കർത്താവാ. ഓക്കെ, കർത്താവിനെ ഇവര് ഗത്സമനയിൽ പിടിക്കാൻ വന്നു ഇല്ലേ? പിടിക്കാൻ വന്നപ്പം കർത്താവ് ചോദിച്ചു, നിങ്ങൾ ആരെ തപ്പിയാ വരുന്നേ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ യേശു ക്രിസ്തു തന്നെയാണ്. കർത്താവ് എന്ത് പറഞ്ഞു? ഞാനാന്ന് പറഞ്ഞപ്പോ എന്ത് പറ്റി? എല്ലാരും കൂടെ പുറകോട്ട് വീണു. ഒന്നും രണ്ടും പേരൊന്നും അല്ല കർത്താവിനെ പിടിക്കാൻ വന്നേ. അവിടെ ഒരു ചെറിയ യുദ്ധം നടന്നു വേണമെങ്കിൽ പറയാം. പീറ്റർ വാളെടുത്ത് വെട്ടുവാൻ ബഹളമായിരുന്നില്ലേ? കർത്താവ് പറഞ്ഞത്, പീറ്റർ നീ നിന്റെ വാള് അതിന്റെ ഉറക്കകത്തോട്ടിട്ട്, നിനക്ക് എന്തറിയത്തില്ല? നിനക്കറിയത്തില്ലേ ഞാൻ പിതാവിൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞല്ല. എത്ര ലീജിയൻസ് ഓഫ് ഏഞ്ചൽസാ? 12 ലീജിയൻസ് ഓഫ് ഏഞ്ചൽസ് ഇറങ്ങും. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, മനസ്സിലായി? ഒരു ലീജിയൻ ഇസ് എനിത്തിങ് ബിറ്റ്വീൻ, ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, ഒരു ലീജിയൻ എന്ന് പറഞ്ഞ ഇസ് എനിത്തിങ് ബിറ്റ്വീൻ 6,000 to 10,000 റോമൻ സോൾജിയേഴ്സ് എന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, നമ്മൾ 6,000 എടുക്കുക. 6,000 എടുത്താല് അത് 12 ലീജിയൻസ് അല്ലേ? 72,000 ഏഞ്ചൽസ് കർത്താവിന്റെ ഒരു വാക്ക് കേട്ടിറങ്ങും. ഒരു ഏഞ്ചൽ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് അനുസരിച്ച് 1,85,000 പേരെ കൊന്നെന്ന് പറഞ്ഞു ഒരു രാത്രിയിൽ. 1,85,000 പേരിലോട്ട് പോകണ്ട, 1,00,000 എടുത്താൽ മതി. ഓക്കെ, multiply 72,000 by 100,000. You will get 7,200,000,000 angels. 7.2 billion people will be killed overnight. ഇന്നത്തെ വേൾഡ് പോപ്പുലേഷൻ 7.4 ബില്യൺ എങ്ങാണ്ട. അന്നത്തെ വേൾഡ് പോപ്പുലേഷന്റെ പകുതിയുടെ പകുതിയില്ല. കർത്താവിന്റെ ആ ഒരു വാക്കില് പിതാവ് ദൈവം ദൂതന്മാരെ അയച്ചാല് ലോകത്തിൽ പിന്നെ ആരും കാണത്തില്ല, എല്ലാം പോയി. കർത്താവ് മാത്രം നിൽക്കും. മനസ്സിലായ? കർത്താവ് നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ. ഇവര് കർത്താവിനെ കല്ലെറിയാൻ ശ്രമിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ പോർഷൻ ബൈബിളിൽ പറയുന്നത്? ഇവര് കർത്താവിന്റെ വാക്ക് കേട്ട് കർത്താവിനെ കല്ലെറിയാൻ തുടങ്ങി. പക്ഷെ they could not throw stones at him. ഇവര് കർത്താവിനെ മലയുടെ മുകളിൽ താഴോട്ട് തള്ളിയിടാൻ ശ്രമിച്ചു. അവിടെ ആ ഒരു പോർഷൻ എടുത്ത് വായിക്കുന്നത് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അവിടെ പറയുന്നത് and Jesus hid himself and walked through their midst എന്ന്. You are not touchable. You are untouchable. പക്ഷെ you need to know that. ഓക്കെ, നമ്മളിപ്പം സ്റ്റീഫന്റെ കേസും ഓക്കെ 12 ശിഷ്യന്മാരും യോഹന്നാൻ അല്ലാതെ ബാക്കി എല്ലാവരും മാർട്ടിയേഴ്സ് ആയിട്ടാണ് മരിച്ചല്ലേ? പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഐ മീൻ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച്, ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടുള്ളത്, ട്രഡീഷൻ അനുസരിച്ച് എന്നെ തലകീഴ് ക്രൂശിക്കാനാണ് പറഞ്ഞത്. ബിക്കോസ് ഞാൻ കർത്താവിന്റെ കൂട്ട് മരിക്കാൻ യോഗ്യനല്ല, ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ റെഡിയാ.
മത്തായി സുവിശേഷം 26-ന്റെ അവിടെയാണല്ലോ പറഞ്ഞത് ഈ 12 ലഗ്യോനിലധികം ദൂതന്മാരെ ദൈവം അയക്കാതിരിക്കുമോ. അവന്റെ 54-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത് തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെ സംഭവിച്ചു അതുകൊണ്ടാകുന്നു. അതായത് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അപ്പം സാത്താൻ വന്ന് നമ്മുടെ ജീവിതത്തിനെ നമ്മളെ സമയത്തിന് മുന്നേ കൊല്ലുവാണെങ്കിൽ കർത്താവിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറത്തില്ല. മനസ്സിലായോ? അപ്പം ജോണിനെ പറ്റി എടുത്തു നോക്ക്. ജോൺ ഡിസൈപ്പിൾ ഓഫ് ജീസസ്, ജോൺ. ഓക്കെ, ജോണിനെ ഇവര് കൊല്ലാൻ എന്ത് ചെയ്തു? ആദ്യം തിളച്ച എണ്ണക്കകത്ത് ഇട്ടു. ഞാൻ ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. തിളച്ച എണ്ണക്കകത്ത് ഇട്ടിട്ട് ഇവര് പുള്ളിയുടെ ഡെഡ് ബോഡി കോരിയെടുക്കാൻ, ഫിഷ് ഫ്രൈ കോരിയെടുക്കുന്ന പോലെ കോരിയെടുക്കാൻ വേണ്ടി അവര് ഇട്ട് വലിച്ചു പോക്കിയപ്പോൾ ജോൺ അതിൻ്റെ അറ്റത്ത് തൂങ്ങി കിടപ്പുണ്ട്. ഓക്കെ, തിളച്ചെണ്ണ ഓർത്ത് നോക്കണം. തിളച്ചെണ്ണ ഇസ് അബൌട്ട് 200-300 ഡിഗ്രി സെന്റിഗ്രേഡാ. വെള്ളം തിളക്കുന്ന 100 ഡിഗ്രി സെന്റിഗ്രേഡ്. അതിനകത്ത് ഇട്ടിട്ട് ജോണിന് ഒരു ചുക്കും പറ്റിയില്ല. അവര് സഹികെട്ട ജോണിനെ പദ്മോസ് ഇട്ടു. പദ്മോസ് ഒരു ചെറിയൊരു ഡ്രൈ ഐലൻഡാ. ജോൺ അവിടെ വെച്ച റെവലേഷനെ കുറിച്ച് വെളിപ്പാട് കിട്ടുന്നത്. അവിടെയും ജോൺ പോയില്ല. പിന്നെ സഹികെട്ട് ജോണിനെ കൊണ്ട് വിട്ടു, ഒരു FSSC വിട്ടു. ജോൺ ഡൈഡ് ഓഫ് ഓൾഡ് ഏജ്. അപ്പം നമുക്ക് പൗലോസ് പറയുന്നുണ്ട്, നമുക്ക് we will go through those portions later. I do not know what to choose, whether to live or to die. ആ പോർഷൻ ഓർക്കുന്നുണ്ടോ? ഞാൻ ഒരു വേഴ്സ് എടുക്കാം. ഓക്കെ, ചൂസ് ലൈഫ്. അതൊക്കെ ഞാൻ ഒരു പോർഷൻ കിട്ടിയാൽ പറയണേ. പൗലോസ് പറയുന്നുണ്ട് ടു ചൂസ്, ഞാൻ മരിച്ച് കർത്താവിനോട് പോണോ ജീവിച്ച് നിങ്ങളുടെ കൂടെ ഇരിക്കണോ എന്ന് എനിക്ക് അറിയത്തില്ല ഏതാ. പക്ഷെ നിങ്ങളുടെ കൂടെ ഇച്ചിരാണ് കൂടെ ഇരിക്കുന്നത് നല്ലതെന്ന്. ഒരു സെക്കൻഡ്. ഫിലിപ്പിയൻസ് 1:21 ഒന്ന് എടുത്തേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:21. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഓക്കെ, അടുത്ത വായിച്ച്. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ എന്ത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. ഓക്കെ, എന്തിനെ പറ്റിയാ പറഞ്ഞേ? ഞാൻ ഇവിടുന്ന് സ്ഥലം കാലിയാക്കി സ്വർഗത്തിൽ പോണോ ഈ ലോകത്തിൽ ജീവിക്കണോ? ഞാൻ ആ ഒരു ഡെസിഷന്റെ ഇടയ്ക്ക് ഞാൻ ഞെരുങ്ങുവന്നു. എത്ര പേര് ഞെരുങ്ങുന്നുണ്ട്? ഒന്നുകൂടെ വായിച്ച ബ്രദർ ആ ഒരു വേഴ്സ്. എനിക്ക് ആ ഞെരുക്കത്തിന്റെ ആ ഒരു വേർഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാഭമാകുന്ന ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവർ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഓക്കെ, അപ്പം അവിടെ ഒരു ചോയ്സിന്റെ ഒരു കേസ് കർത്താവ് പറയുന്നുണ്ട് അല്ലേ? യു ആൻഡ് ഐ ഹാവ് എ ചോയ്സ്. ഇതൊക്കെ ഞാൻ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയപ്പം സത്യം പറഞ്ഞ ഞാൻ ഓർത്തു, കർത്താവ് നമ്മൾ എവിടെയാ ഞാൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് എനിക്ക് അത്ര ഉറപ്പ്. ഞാൻ അടുത്ത വർഷവും കാണും, അതിന്റെ അടുത്ത വർഷം കാണും, അതിന്റെ അടുത്ത വർഷം. മനസ്സിലായേ കാര്യം? എന്തോ ഞാൻ ഈ ലോകത്തിലെ അവനല്ല. ഞാൻ ഈ ലോകത്തിലെ ജീവിക്കുന്നെങ്കിലും ഞാൻ കിങ്ഡം ഓഫ് ഗോഡിനകത്താണ് ജീവിക്കുന്നത്. ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല. ഓക്കെ, പക്ഷെ കർത്താവിന്റെ കൃപയോടെ നമുക്ക് മതിയാകാം. നമ്മള് കൃപയും കൊണ്ട് നമ്മൾ തോന്നിയവസ്ഥയിലോട്ട് ഓടണമെന്നല്ല നമ്മൾ പഠിപ്പിക്കും. വിൽ കം ടു ദാറ്റ്. ഓക്കെ, അപ്പം ബ്രദർ നമ്മള് സ്റ്റീഫന്റെ കേസ് എടുത്തെങ്കിലും സ്റ്റീഫനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊരു സ്റ്റീഫൻ കാരണമാണല്ലോ പോൾ വന്നത്. ഐ മീൻ സ്റ്റീഫനെ കൊന്നപ്പം പോൾ ആയിരുന്നു ആ കോട്ട്സ് പിടിച്ച വ്യക്തി. നമുക്ക് യു ക്യാൻ റീഡ് ദാറ്റ് ലേറ്റർ.
ഐ മീൻ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഐ മീൻ ബൈബിളിലെ വേറെ പോർഷൻസിൽ. അപ്പം വി ഡോണ്ട് നോ സം തിങ്സ്. പക്ഷെ സ്റ്റീഫൻ പറഞ്ഞു നിക്ക് എനിക്ക് ഇച്ചിരി കൂടെ ഉള്ളു ജീവിക്കണമെന്ന് സ്റ്റീഫൻ പറയുന്നില്ല. ഓക്കെ, അതൊന്ന്. രണ്ട്, നമുക്ക് ഇന്നുണ്ടായിരുന്ന ദൈവവചനത്തെ കുറിച്ചുള്ള അറിവ് അന്നത്തെ കാലത്ത് ആൾക്കാർക്കില്ലായിരുന്നു. അന്ന് ബൈബിൾ എഴുതിയ ഫോമിലാണോ? അല്ല. പോളിന്റെ ലേഖനം ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, റെവലേഷൻ പിന്നെ കിട്ടിയത്. ആ ഒരു വി ഓൾ, ഐ മീൻ നമ്മളെ ആരും പൊക്കി പറയല്ല, നമ്മുടെ കയ്യിൽ ബൈബിൾ നമുക്ക് കിട്ടിയാൽ വി നോ എ ലോട്ട് മോർ ഓഫ് തിങ്സ്. ദൈവവചനം കോമൺ അല്ലായിരുന്നു, അറിയത്തില്ലേ? ഓക്കെ, ബ്രദർ, ഡസ് ഇറ്റ് മേക്ക് സെൻസ്? Okay, prior 11:35 is very clear. Okay. Hebrews 11:35. Oh, thank you so much. Okay, I'm glad. Okay, നമുക്ക് ക്ലോസ് ചെയ്യാം. ബിക്കോസ് എനിക്കൊരു 8 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കോ? Somebody pray. ഹല്ലേലൂയ. സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ അടിയങ്ങൾക്ക് തന്നായി വലിയ അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ വചനത്തിന് മുമ്പിൽ ഇരുപ്പാൻ, ഞങ്ങളുടെ വചനം ഞങ്ങൾക്ക് പഠിപ്പാൻ, മനസ്സിലാക്കുവാൻ, ആ വചനത്തിൽ ജീവിപ്പാൻ എന്റെ കർത്താവ് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വലിയ ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം കർത്താവേ. ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങളെ നിർത്തിയിരിക്കുന്ന, ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്ന വലിയ കരുണയ്ക്കായി സ്തോത്രം. അത് തിരിച്ചറിയുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അമ്മേ, ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ ഈ ലോകത്താക്കിയിരിക്കുമ്പോൾ ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ സ്ഥാനാപതികളായി ഈ ലോകത്ത് നിർത്തിയിരിക്കുമ്പോൾ ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആ സാക്ഷ്യത്തോടെ ജീവിപ്പാൻ, അനേകരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുന്ന മക്കളായി തീരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. വചനത്തിന്റെ മർമ്മങ്ങൾ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനത്തനുസരിച്ച് കർത്താവെ ഞങ്ങൾ വായിച്ചതുപോലെ പരിജ്ഞാനമില്ലാതെ അല്ലെങ്കിൽ ജ്ഞാനമില്ലാതെ ഞങ്ങൾ നശിച്ചു പോകുവാൻ ഒരിക്കലും ഇടയാകാതെ വചനം കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ തന്നിരിക്കുമ്പോൾ അതിന്റെ വചനം മനസ്സിലാക്കി, അതിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കി ആ വചനത്തിൽ ജീവിപ്പാൻ, അത് അടിയങ്ങളുടെ ജീവിതത്തിലും അടിയങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും നന്മയും അനുഗ്രഹവും ദൈവരാജ്യത്തിന്റെ അനുഭവം ഞങ്ങളുടെ മധ്യത്തിലായിരിക്കാനും സ്വർഗ്ഗദൈവമേ ഞങ്ങളെ സഹായിക്കണം. വചനം പറഞ്ഞ എന്റെ മകനെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് ഇതിന് തക്കതായിട്ടുള്ള സാഹചര്യം സ്വർഗ്ഗത്തിലെ ദൈവമേ മകനിലൂടെ ഒരുക്കിയ വലിയ കരുണയ്ക്കായി കുടുംബമായിട്ട് അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു. രക്തക്കോട്ടയ്ക്കുള്ളിൽ കാവൽ ചെയ്ത കർത്താവേ, അടിയങ്ങൾ കൂടി വന്ന എല്ലാവരെയും പേരുപേരായ ദൈവസന്നിധികൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന ദൈവസന്നിധിയിൽ അല്പസമയമായിരുന്നത് അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ അങ്ങേയുമായി കൂടുതൽ അടുക്കുവാൻ തക്കോണം, കർത്താവിനോട് കൂടുതൽ പറ്റിച്ചേരുവാൻ തക്കോണം യേശുവേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് ഞാൻ വിശുദ്ധനാകുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകുകയും എന്നുള്ള വിളി ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവിനെ പോലെ വിശുദ്ധിയോടെ ജീവിപ്പാൻ, വചനത്തിൽ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ വചനത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിർത്തിയാൽ ഞങ്ങൾ വീണ്ടും കൂടി വരും വരെ ഞങ്ങളെ കർത്താവെ ഞങ്ങളുടെ രക്തക്കോട്ടക്കുള്ളിൽ ഞങ്ങളെ പരിപാലിച്ചു. സാറ് ഞങ്ങൾക്ക് ആജ്യം യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ അപേക്ഷിക്കുന്നു. ഇവിടെ മാറാം. Thank you. God bless. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതിയിട്ടിട്ട് we can discuss this next week കേട്ടോ, because these are all crucial things. നമുക്ക് ഇതിനെപ്പറ്റി നല്ലൊരു ഗ്രിപ്പ് കിട്ടിയാലേ നമുക്ക് ഇതിനകത്തോട്ട് ജ്ഞാനത്തോടെ കയറിപ്പാൻ പറ്റുള്ളൂ. ഓക്കെ ശരി. അപ്പം God bless you all. Bye. എല്ലാരും ഉണ്ട്. ഓക്കെ ശരി, ബൈ. ഉണ്ട് മനസ്സിലായി. പിന്നെ ഓക്കെ ഞാൻ വിളിക്കാം. ഓക്കെ ശരി. അപ്പം എല്ലാരും ഉണ്ടല്ലോ. God bless. Yeah, bye. ഇപ്പഴാ കണ്ടേ? അല്ലല്ല, നേരത്തെ കണ്ടു. ഇപ്പൊ കണ്ടതാ? നേരത്തെ കണ്ടോ മാമ? നമുക്ക് പിന്നെ ഒരു ഫാമിലി ഇത് ഇതിനകത്ത് 4 പേര് സിസ്റ്റേഴ്സാ. പിന്നെ സംസാരിക്കാം. അല്ല, ഞാൻ വിളിക്കാം അമ്മാമേ. ശരി, ബൈ. God bless. Yeah. Yeah. 4 പേരുണ്ട്. ഓക്കെ. അമ്മ ഇപ്പൊ ഇംഗ്ലീഷ് ഇപ്പം 2 മിനിറ്റ് തുടങ്ങും, അതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുവാ. ഓക്കെ ക്ലോസ് ചെയ്തോ.